എന്തായാലും ഫസ്റ്റ് ഓഫ് ഓൾ വൺസ് മോർ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഇന്നത്തെ ദിവസം നല്ലൊരു ദിവസം ആവട്ടെ എന്ന് ഞാൻ ആദ്യമായിട്ട് ആശംസിക്കുകയാണ്. നമ്മള് ഇതിനു മുന്നേ ഞാൻ ടീച്ചിങ് പ്രൊഫഷനിലും അതിനു മുന്നേ ഒരു മാർക്കറ്റിംഗ് കമ്പനിയിലൊക്കെ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് നമുക്ക് ഓരോ ദിവസത്തിനും ഓരോ പ്രത്യേക പേരുകളാണ് പറയുക. അപ്പൊ ഇന്നലത്തെ ദിവസം എന്ന് പറഞ്ഞാൽ മൺഡേ ആയിരുന്നു. അതിന് നമ്മൾ മാർവലസ് മൺഡേ എന്നാണ് പറയുക. അതുപോലെ തന്നെ ഇന്നത്തെ ദിവസം ട്യൂസ്ഡേ ആണ്. അപ്പൊ വെറും ട്യൂസ്ഡേ എന്ന് പറയില്ല, എന്താണ് ട്രമൻഡസ് ട്യൂസ്ഡേ എന്നാണ് പറയുക. ട്രമൻഡസ് എന്ന് പറയുമ്പോൾ അതിനൊരു വേർഡിന് ഭയങ്കര വാല്യൂ ഉണ്ട്. അപ്പൊ ഇങ്ങനെ ഓരോ ദിവസത്തിനും, അതുപോലെ നമ്മൾ വെനസ്ഡേ വരുമ്പോൾ ഹംറ്റി വെനസ്ഡേ, ഒരു ദിവസത്തിന്റെ ഒരാഴ്ചയിലെ ഹമ്പ് ക്രിയേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ നടു ദിവസം ആയതുകൊണ്ട് ഹംറ്റി വെനസ്ഡേ എന്നാണ് പറയാം. ഞാൻ ജസ്റ്റ് നിങ്ങൾ പറഞ്ഞുള്ളൂ. അപ്പൊ ട്രെമൻഡസ് ട്യൂസ്ഡേ ആണ് നമ്മളെ സംബന്ധിച്ചിട്ട്, അല്ലെങ്കിൽ എന്നെ സംബന്ധിച്ചിട്ട്. അപ്പൊ എന്തായാലും ഞാൻ നിങ്ങളുടെ മുന്നിൽ ഞാൻ ഈ ബിസിനസ്സിലേക്ക് വരാനുള്ള സാഹചര്യം വളരെ സിമ്പിളാണ്. വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. കാരണം എന്ന് വെച്ചാൽ ഞാൻ എറണാകുളത്ത് മരടിൽ ഒരു MNC മൾട്ടിനാഷണൽ കമ്പനിയിൽ അസിസ്റ്റന്റ് മാനേജറായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇടയിൽ ആ സമയത്തായിരുന്നു എൻ്റെ കല്യാണം കഴിഞ്ഞ സമയത്ത് വൈഫിന് കുറച്ച് പ്രൊഡക്ട്സുകൾ വേണം എന്നുള്ള ഒരൊറ്റ ആവശ്യത്തിൽ ഞാൻ കുറച്ച് പ്രൊഡക്ട്സ് ഒരാളെന്ന് പരിചയപ്പെട്ട സമയത്ത് ആ പ്രൊഡക്ട്സ് എനിക്ക് പ്രൊഡക്റ്റ് തന്ന് ഞാനത് ഉപയോഗിച്ചു, കുഴപ്പമില്ലാന്ന് തോന്നി. അങ്ങനെ ഒരു 2 വർഷം 3 വർഷം കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഈ ഒരു കമ്പനിയായിട്ട് കമ്മിറ്റഡ് ആവാനും, ബിസിനസ് അന്ന് ഉണ്ടെന്നോ അല്ലെങ്കിൽ ഇതിലെ പ്രൊഡക്റ്റുകൾ ഉപയോഗിച്ച് നാളെ നമുക്ക് എന്താ പറയാ അതിന്റെ കൂട്ടത്തിൽ നല്ലൊരു പ്രൊഫഷനായിട്ട് ബിസിനസ് ചെയ്യാമെന്നോ അങ്ങനത്തെ ഒരു ചിന്തയൊന്നും ആ സമയത്ത് എന്നെ സംബന്ധിച്ചുണ്ടായിരുന്നില്ല. പിന്നീട് 3 വർഷങ്ങൾക്ക് ശേഷമാണ് വീണ്ടും ഇതുമായിട്ട് ബന്ധപ്പെടാനും ഞാൻ ടീച്ചിങ്ങും അതിന്റെ കൂട്ടത്തിൽ ഒരു ഷോപ്പും കൂടി ഉണ്ടായിരുന്നു. ആ ഷോപ്പും കൂടി നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഒരു വ്യക്തിയെ പരിചയപ്പെടാനും, ആ വ്യക്തി എനിക്കൊരു പേസ്റ്റ് തന്നിട്ട്, ഒരു ഹെർബൽ പേസ്റ്റ് തന്നിട്ട്, ആ ഹെർബൽ പേസ്റ്റ് ഓണാനൊന്ന് കണ്ടു. അതിന് മുന്നേ 3 വർഷം മുന്നേ തന്ന് കവചപ്രാഷ് എന്ന് പറയുന്ന ഒരു ലേഹ്യത്തിമിൽ ഓണാനൊന്ന് കണ്ടു. അപ്പൊ ആ സമയത്താണ് ഞാൻ അങ്ങനെ ആലോചിച്ചത്, ഇതുപോലത്തെ മുന്നേ ഒരു പ്രൊഡക്റ്റ് എനിക്ക് കിട്ടിയിട്ടുണ്ടല്ലോ എന്ന് ആലോചിച്ചു. അപ്പൊ ഇത് ദൈവത്തിന്റെ ഒരു 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 നിമിത്തമാണെന്നും, അല്ലെങ്കിൽ എനിക്ക് തലയിൽ വരച്ചത് ഇതാണെന്നും അവിടെ നിന്ന് എനിക്ക് മനസ്സിലാക്കാനും, പിന്നീട് ഈ ബിസിനസിന്റെ പ്രൊഡക്റ്റ് ഉപയോഗിക്കാനും, കൂടുതൽ കൂടുതൽ സാധനങ്ങൾ മാറ്റിമറിച്ച് ഉപയോഗിക്കാനും, പിന്നീട് ഇതിൽ വലിയൊരു അവസരം ഉണ്ടെന്ന് മനസ്സിലാക്കി തരാനും നിരന്തരമായിട്ടുള്ള എൻ്റെ ലീഡേഴ്സിന്റെ ഫോളോ അപ്പിലൂടെ എനിക്ക് തോന്നുന്നു ഒരു 25 പ്രാവശ്യം എൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ടാവും അദ്ദേഹം, എൻ്റെ ലീഡർ, ഈ ബിസിനസ്സിലേക്ക് ക്ഷണിക്കാനായിട്ട്. അപ്പൊ അതിന് ഞാൻ മനസ്സിലാക്കുന്നത് നമ്മളൊക്കെ ഒരു 4 5 6 പ്രാവശ്യം ഓരോരുത്തർ പോയി ഫോളോ അപ്പ് ചെയ്യുമ്പോൾ നമുക്ക് എന്തായി, പിന്നെ മടുത്തു, ഇനി പോകാൻ വരൂല എന്നുള്ളൊരു കൺസെപ്റ്റ് ആണല്ലോ. അപ്പൊ ആ 25 പ്രാവശ്യം എന്നെ ഫോളോ അപ്പ് ചെയ്യാൻ ക്ഷമ കാണിച്ച എൻ്റെ ലീഡറിന് എപ്പോഴും ഞാൻ നന്ദി പറയും. കാരണം എന്ന് വെച്ചാൽ ഞാനൊരു പക്ഷെ 10 പ്രാവശ്യം ഫോളോ അപ്പ് ചെയ്തിട്ട് ഇനി എന്റെ വീട്ടിൽ തന്നെ വരരുത്, അല്ലെങ്കിൽ നിങ്ങളെ കാണുന്നതിന് എനിക്ക് ഇഷ്ടമല്ല, എന്റെ വീട്ടിലേക്കും കുടുംബക്കാർക്കും ഉമ്മക്കും നിങ്ങളെ ഇഷ്ടം തന്നെ ഇല്ല ഞങ്ങൾ വരുന്നതിന്, നിങ്ങൾ ഇവിടെ വൈക്കേ വരരുതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷെ ആ വ്യക്തിയുടെ മനസ്സിനുള്ളിൽ ഒരു വേദന വന്ന വ്യക്തി വിട്ടുപോയനെ. പക്ഷെ എനിക്ക് തോന്നുന്നു അങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ പോലും അദ്ദേഹം എന്നെ പിന്നെയും ഫോളോ അപ്പ് ചെയ്യും. അതാണല്ലോ നമ്മൾ ബിസിനസിന്റെ ഒരു സ്ട്രാറ്റജി, അങ്ങനെയാണല്ലോ. എന്തായാലും ഞാൻ നിങ്ങളോട് ഒരു കാര്യം ആദ്യം പറയാണ്. നിങ്ങൾ ഇത്രയും കാലം ചെയ്ത പല ജോലികളും, ഇത്രയും കാലം ചെയ്ത പല വർക്കുകളും, അതിൽ നിന്നൊക്കെ ഒരുപാട് വ്യത്യസ്തമായിട്ടാണ് നമ്മൾ ഈ ബിസിനസ് നമ്മൾ ചെയ്യുന്നത്. നമുക്ക് എല്ലാവർക്കും അത് അറിയാവുന്നതാണ്. അതായത് പണ്ടാരോ പറയും, ഇതുവരെ കിട്ടാത്തത് കിട്ടണമെങ്കിൽ ഇതുവരെ ചെയ്യാത്തത് നമ്മൾ ചെയ്തേ പറ്റൂ, അല്ലെ? എപ്പോഴും നമ്മൾ ഓർത്തു വെക്കേണ്ട ഒരു വേർഡാണ്. ഇതുവരെ നമുക്ക് കിട്ടാത്തത് നമ്മൾ കിട്ടണമെങ്കിൽ, അല്ലെ, ഇതുവരെ നമ്മൾ ചെയ്യാത്തത് ചെയ്യുന്നേ വേണം. നമ്മൾ ആലോചിച്ച് നോക്കി, നമ്മളെ കമ്പനി തരുന്ന വരുമാനം എന്ന് പറയുന്നത് 2,10,000 റുപ്യാണ്. 2,10,000 റുപ്യ നമുക്ക് തരുന്ന സമയത്ത് നമ്മളെന്ന വ്യക്തിയിൽ അതിനുള്ള പ്രാപ്തി ഉണ്ടോ, അല്ലെങ്കിൽ നമ്മളെന്ന വ്യക്തിയിൽ അതിനുള്ള കഴിവായിട്ടുണ്ടോ, നമ്മളെന്ന വ്യക്തിക്ക് അതിനുള്ള ആറ്റിറ്റ്യൂഡ് ഉണ്ടോ എന്നൊക്കെ കമ്പനി ചെക്ക് ചെയ്യുന്ന ഒരു സമയമാണ് ഈ സമയം. അതുകൊണ്ടാണ് നമ്മളൊക്കെ ലീഡേഴ്സ്, അല്ലെ, ഒരുപാട് പേര് ഈ 2,10,000 റുപ്യ വാങ്ങിച്ചു കഴിഞ്ഞു. അപ്പൊ ഈ വാങ്ങിച്ചു കഴിയണമെങ്കിൽ നമ്മളെ വിജയ് സാറൊക്കെ, നമ്മളെ CTC റാങ്കിലൊക്കെ നമ്മൾ ലീഡേഴ്സ് ഒക്കെ പറയും, ശരിക്കും പറഞ്ഞാൽ ഈ 2,10,000 റുപ്യയിൽ 1,00,000 റുപ്യ എന്ത് ചെയ്യാനാണ്, ടീമിനെ മാനേജ് ചെയ്യാനാണ്. കാരണം എന്താണ്, പണ്ടാരോ പറഞ്ഞല്ലോ, നമ്മളൊരു 4 പശുക്കളെ അല്ലെങ്കിൽ 4 കാളകളെ നമുക്ക് റോട്ടും കൂടെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റും, ശരിയല്ലേ? എന്നാൽ ഒരു 2 ആണുങ്ങളെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല. അതുപോലെ നമ്മൾ വിചാരിച്ച സ്ഥലത്തേക്ക് എത്തിക്കാൻ വലിയ പാടാണ്. അപ്പോ 2,10,000 റുപ്യ നമുക്ക് തരുമ്പോൾ 1,10,000 റുപ്യ നമ്മളെ കയ്യിലും ബാക്കി 1,00,000 റുപ്യ ബാക്കിയുള്ള ആളുകൾ മാനേജ് ചെയ്യാനാന്ന് പറയും. ഇത് നമ്മൾ മനസ്സിലാക്കി, ഇതുവരെ കിട്ടാത്തത് നമ്മൾ കിട്ടണമെങ്കിൽ നമ്മൾ ഇതുവരെ ചെയ്യാത്തത് നമ്മൾ ചെയ്തേ പറ്റൂ. ഈ ഒരു മനസ്സ് നമ്മളെ ബിസിനസ്സിലും നമ്മളെ ലൈഫിലും നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. കാരണം നമ്മളെല്ലാ ആളുകളും ഇന്ന് ജീവിക്കുന്നത് ഒരൊറ്റ കൺസെപ്റ്റ് വെച്ചിട്ടാണ്, അല്ലെ? ഇപ്പോ ഫുഡ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ്, ഫുഡ്, ഭക്ഷണം എന്ന് പറയുന്നത്. അതുപോലെ ഡ്രസ്സ് വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ്, അല്ലെ? അതുപോലെ വീട് വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ്. അതുപോലെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെന്താണ്, ഫുഡ്, ഡ്രസ്സ്, വീട്, പിന്നെ എന്റർടൈൻമെന്റ്, നമുക്ക് എൻജോയ്മെന്റ്സ് വേണം,
അല്ലെ? നമ്മുടെ ലൈഫിൽ നമുക്ക് നമ്മുടെ ഫാമിലി ആയിട്ട്, നമ്മുടെ മക്കളായിട്ടും, നമ്മളെ പാരൻസുമായിട്ടും, നമ്മുടെ കുടുംബക്കാരൊക്കെ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, എന്റർടൈൻമെന്റ് ചെയ്യണം എന്നുള്ളതാണ്. പിന്നെ അതിന് ശേഷം നമുക്ക് എന്താ വെച്ചാൽ മെഡിസിന്റെ ആവശ്യങ്ങളൊക്കെ വരും. മെഡിസിൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രായം കൂടുന്നതനുസരിച്ച് മെഡിസിന്റെ ആവശ്യങ്ങൾ വരുന്നു. പിന്നീട് നമുക്ക് സേവിങ്സ് വരും. അതായത് സേവിങ്സ് പറഞ്ഞാൽ പിന്നീട് നമുക്ക് ഏണിങ്സിന്റെ ഒരു ആവശ്യം വരും, അതായത് വരുമാനത്തിന്റെ. അപ്പോ ഇങ്ങനെയാണ് നമ്മളെ രീതി പോകുന്നുണ്ടാവും. സാധാരണ ഒരു മനുഷ്യന്റെ രീതി പോകുന്നത് ഇങ്ങനെയാണ്. അപ്പോ ഈ ബിസിനസ്സിൽ നമ്മൾ ഇറങ്ങുന്ന സമയത്ത് എന്നെ സംബന്ധിച്ച് ഞങ്ങളോട് പറയാണ്, ഞാൻ ടീച്ചിങ് പ്രൊഫഷനിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ തന്നെ ഈ ഒരു കമ്പനിയിൽ ഫുൾ ടൈം ആയിട്ട് വർക്ക് ചെയ്യാൻ നിൽക്കുന്ന സമയത്ത് ഒരുപാട് നെഗറ്റീവ്സ് നമുക്ക് ഒരുപാട് സൈഡുകളിൽ നിന്ന് കിട്ടാറുണ്ട്. ഒരുപാട് ഒരുപാട് നെഗറ്റീവ്സ് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവും, കിട്ടണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം നമ്മള് കരയുന്ന കുഞ്ഞിനെ പാലുള്ളൂ എന്ന് പറയുന്നത് പോലെ ഒരു നല്ല തുഴക്കാരനെ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നല്ല അലയടിച്ചുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ അലമുറയിട്ടുകൊണ്ടിരിക്കുന്ന കടലിലെ നല്ല തുഴക്കാരനെ ക്രിയേറ്റ് ചെയ്യണമെന്ന്. നമ്മളൊരു ശാന്തമായി കിടക്കുന്ന കടലില് നമ്മൾ പോയിട്ട് എത്ര തുഴഞ്ഞാലും ചിലപ്പോൾ എന്ത് ചെയ്യില്ല, നമ്മളെന്ന വ്യക്തിയുടെ ക്വാളിറ്റി ഡെവലപ്പ് ആവില്ല. അപ്പോൾ ഞാൻ എൻ്റെ ടീമിൽ നടക്കുന്ന ടീം അംഗങ്ങളുടെ കുറെ പ്രോബ്ലംസ് ഉണ്ട്, അല്ലെ? മനുഷ്യന് കോമൺ ആയിട്ട് ഉണ്ടാകുന്ന കുറെ പ്രോബ്ലംസ് ഉണ്ട്. ഇപ്പൊ നമുക്ക് ഈ ബിസിനസ്സിലേക്ക് നമ്മൾ ആദ്യം എങ്ങനെ കടന്നു വരിക, ഭയങ്കര ആകാംക്ഷയോട് കൂടി 2,10,000 എന്ന് പറഞ്ഞിട്ട് നമ്മളോട് കയറി വരും. പക്ഷെ ഈ 2,10,000 കിട്ടും എന്നുള്ളതിൽ നമ്മൾ പ്രതീക്ഷയോട് വർക്ക് ചെയ്യും. പക്ഷെ നമ്മൾ ഓരോ റാങ്ക് അച്ചീവ് ചെയ്യില്ല. ഇപ്പൊ നമുക്ക് ഒരു ചെറിയ ചെറിയ റാങ്കുകളുണ്ട്, ബ്രൗൺസ്, സിൽവർ, ഇതുവരെയൊക്കെ അല്ലെങ്കിൽ സ്റ്റാർ വരെയൊക്കെ നമ്മൾ എങ്ങനെയൊക്കെ പോകും. പിന്നീട് നമ്മൾ എന്ത് ചെയ്യും, ഇതിന്റെ ഓരോ നെഗറ്റീവ്സും അവിടെ നിന്നൊക്കെ കേൾക്കാൻ തുടങ്ങും. കുറെ ആൾക്കാർ ഈ കമ്പനിയെ കുറിച്ചിട്ട് വേറെ ഇതേപോലത്തെ കമ്പനിക്കാരെ നമ്മളോട് നെഗറ്റീവ് പറയും. പിന്നെ ഈ കമ്പനിയിൽ പിന്നെ ചില ഇതിൽ വർക്ക് ചെയ്തവർ തന്നെ ഫ്ലോപ്പ് ആയി പോയവരുണ്ടാവും, അല്ലെ? കാരണം ഇല്ല എന്ന് നമ്മൾ പറയാൻ പറ്റില്ല. കാരണം ഇഷ്ടംപോലെ ആളുകൾ ഇതിൽ ജോയിൻ ചെയ്യുന്നുണ്ട്, ഇഷ്ടംപോലെ ആളുകൾ നല്ല വിജയിച്ചു പോകുന്നുണ്ട്, ഇഷ്ടംപോലെ ആളുകൾ ഫ്ലോപ്പ് ആയി പോകുന്നുണ്ട്. എല്ലാവരും വിജയിക്കാൻ പറ്റുമോ? ഇല്ല. പക്ഷെ വിജയിക്കേണ്ടവർ വിജയിക്കും. എങ്ങനെ? ചെയ്യേണ്ട രീതി, ചെയ്യേണ്ട ചെയ്യേണ്ട സംഭവങ്ങൾ വെറു വൃത്തിയിൽ വെടിപ്പും വൃത്തിയായിട്ട് നമ്മൾ ചെയ്താൽ അവർ വിജയിക്കും, 100% വിജയിക്കും. അങ്ങനത്തെ ഒരു ബിസിനസ് ആണിത്. അപ്പോ നമ്മൾ ആലോചിച്ച് നോക്കുക, നമുക്ക് ഈ ഫീൽഡിൽ നിന്ന് കിട്ടുന്ന നെഗറ്റീവ്സ്, അല്ലെങ്കിൽ നമുക്ക് നമ്മൾ പണ്ടുവരെ പറഞ്ഞല്ലോ, മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ സീ ഓൺലി നെഗറ്റീവ്സ് ആണ്. നമ്മളെ നമ്മുടെ സൊസൈറ്റിയിൽ, നമ്മുടെ സമൂഹത്തിൽ, നമ്മളെ ആളുകളിൽ, നമ്മളെ സുഹൃത്തുക്കളിൽ, നമ്മളെ ബന്ധുക്കളിൽ കൂടുതൽ ആളുകളും നെഗറ്റീവ്സ് ആണ് ആദ്യം കാണുന്നത്, അല്ലെ? നമ്മളൊരു ലാപ്പ് ലീഡർ, നമ്മുടെ സുബ്രഹ്മണ്യ സാർ എപ്പോഴും പറയും, 10ാം ക്ലാസ് ഒരാൾ എന്ത് ചെയ്തു, ഫുൾ A+ഓട് കൂടി പാസ്സായി. ഇപ്പോഴത്തെ രീതിയിൽ 10ാം ക്ലാസ് ഫുൾ A+ പാസ്സാവുന്ന ഒരു സംഭവമല്ല, എങ്കിൽ പോലും ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. 10ാം ക്ലാസ് ഫുൾ A+ഓട് ഒരാൾ പാസ്സായി. ഒരാൾ 10ാം ക്ലാസ് കഴിഞ്ഞതിന് ശേഷം ഒരാളെ കൂടെ ഒളിച്ചോടിപ്പോയി. ഏറ്റവും കൂടുതൽ ആളുകൾക്ക് പറയാൻ ഇഷ്ടം എന്തായിരിക്കും? നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഏതായിരിക്കും? നിങ്ങൾ മനസ്സിലൊന്ന് ചിന്തിച്ച് നോക്കിയേ, ഏതായിരിക്കും? ഉറപ്പായിട്ടും ആ ഒരു എന്താ പറയുക, ഒളിച്ചോടി പോയി എന്നുള്ള കൺസെപ്റ്റാണ്. അതായത് ആൾക്ക് അത് കേൾക്കാനും അത് പറഞ്ഞു നടക്കുന്ന ഒരു രസമാണ്. മനസ്സിലായില്ലേ? അപ്പൊ നാളെ നിങ്ങൾ ഈ ബിസിനസ്സിൽ വന്നിട്ട് നിങ്ങളുടെ കുറെ കാലത്തിന് ശേഷം നിർത്തിപ്പോയി കഴിഞ്ഞാല് ഏതാളുകളായിരിക്കും നമ്മളെ കളിയാക്കുന്ന ആളുകളായിരിക്കും? ഉറപ്പായിട്ട് പുറത്തുള്ള ആളുകളാണ്. അപ്പൊ എന്തായിരുന്നു, അവന് വലിയ സംഭവമായിരുന്നല്ല, അവൻ അത് കിട്ടും ഇത് കിട്ടും, 2,10,000 കിട്ടും, കാറ് കിട്ടും എന്ന് പറഞ്ഞിട്ട് പോയതാണല്ലോ. ഇങ്ങനെ കളിയാക്കാനായിട്ട് നിൽക്കുന്ന കുറെ ആളുകളുണ്ട്, ഈവൻ നമ്മുടെ കുടുംബത്തിൽ വരെ. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ നമ്മള് വളരെ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഈ ബിസിനസ്സിൽ ഇങ്ങനത്തെ കുറെ കോമൺ നെഗറ്റീവ്സുകൾ നമുക്ക് കിട്ടും. ഇപ്പൊ എന്റെ ഒക്കെ ടീമിൽ കുറെ ആളുകൾ ഭയങ്കര ആകാംക്ഷയോട് വരും. ആകാംക്ഷയോട് വന്നിട്ട് പിന്നീട് അവർക്ക് എന്ത് ചെയ്യും, മീറ്റിങ്ങിന് പങ്കെടുക്കാൻ പറ്റുക, അതുപോലെ തന്നെ GTSന്റെ പ്രോഗ്രാമുകൾക്ക് പങ്കെടുക്കാൻ പറ്റുക, ഡിസ്ട്രിബ്യൂട്ടേഴ്സ് മീറ്റ് ഉണ്ടാകുമ്പോൾ അതിൽ പങ്കെടുക്കുക, അതുപോലെ തന്നെ വർക്ക്ഷോപ്പുകൾ ഉണ്ടാകുമ്പോൾ അതിൽ പങ്കെടുക്കുക. ഇതിനൊന്നും സാധിക്കാറില്ല. മനസ്സിലായില്ലേ? നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ ഒരു ഡിഗ്രി കോഴ്സ് പഠിക്കണമെങ്കിൽ ഇപ്പൊ നമുക്കറിയാം പല ഡിഗ്രികളുണ്ട്, അല്ലെ? ഫോർ എക്സാമ്പിൾ ഞാൻ പറയുന്നത്, ഇപ്പൊ BA ഹിസ്റ്ററി എന്ന് പറയുന്ന ഒരു കോഴ്സ്, അല്ലെങ്കിൽ BA ഇംഗ്ലീഷ് എന്ന് പറയുന്ന ഒരു കോഴ്സ്, അല്ലെങ്കിൽ BA എക്കണോമിക്സ് എന്ന് പറയുന്ന ഒരു കോഴ്സ് ഒരു ഡിഗ്രി കോഴ്സാണ്. പക്ഷെ ഈ ഡിഗ്രി കോഴ്സ് പഠിച്ചുകൊണ്ട് നമുക്ക് ജോലി കിട്ടുമോ? ഇല്ല. അതുകൊണ്ട് ഒരു പ്രൊഫഷണൽ ഡിഗ്രി അല്ല അത്. അതുകൊണ്ട് നമുക്ക് ആ കോഴ്സ് നിങ്ങൾക്ക് ഡിസ്റ്റൻസ് ആയിട്ട് എങ്ങനെ ഇരുന്ന് പഠിക്കാം, വീട്ടിലിരുന്ന് പഠിക്കാം. അതുപോലെ തന്നെ നമുക്ക് കോളേജിലൊക്കെ പോവാതെ ബുക്സ് ആയിട്ട് ബന്ധപ്പെടുന്നതൊക്കെ ആയിട്ട് നമുക്ക് ഇരുന്ന് പഠിക്കാം. ശരിയല്ല? ഒരു ഡിഗ്രി കോഴ്സ് അല്ലെങ്കിൽ ഇഗ്നോയുടെയോ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിന്റെയോ മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയുടെ സർട്ടിഫിക്കറ്റിലൂടെ നമുക്ക് ഒരു ഡിഗ്രി കോഴ്സ് കിട്ടും. എന്നാൽ നിങ്ങൾ ആലോചിച്ച് നോക്കി, ഒരു പ്രൊഫഷണൽ ഡിഗ്രിയുടെ വ്യത്യാസം എന്താ? ഞാനൊരു ഡിഗ്രി പറയാണ്, ഇപ്പൊ BA എക്കണോമിക്സ് ഒരു ഡിഗ്രിയാണ്, അല്ലേ? നിങ്ങൾ പഠിക്കുന്ന കുറെ കുട്ടികളുടെ പാരന്റ്സ് ഇതിലുണ്ടാവും, അപ്പോൾ പഠിക്കുന്നവരും ഉണ്ടാവും ചിലപ്പോൾ. അപ്പൊ ഞാൻ അവരോട് പറയാണ്, നമുക്ക് ഡിഗ്രി ഒരു BA എക്കണോമിക്സ് എന്ന് പറഞ്ഞ ഒരു ഡിഗ്രിയാണ്. എന്നാൽ BSc അഗ്രികൾച്ചർ അതൊരു ഡിഗ്രിയാണ്. ശരിയാണോ? അല്ലേ? അല്ലെങ്കിൽ BSc നേഴ്സിംഗ്, അല്ലെങ്കിൽ ഫിസിയോതെറാപ്പി, ബാച്ചലർ ഓഫ് ഫിസിയോതെറാപ്പി എന്ന് പറഞ്ഞ ഒരു ഡിഗ്രി കോഴ്സാണ്. അല്ലെങ്കിൽ BBA വിത്ത് ഏവിയേഷൻ എന്ന് പറയുന്നത് ഒരു ഡിഗ്രി കോഴ്സാണ്, 3 വർഷത്തെ കോഴ്സാണ്. അപ്പൊ ഞാൻ BBA വിത്ത് ഏവിയേഷൻ എടുക്കാം. ഈ BBA വിത്ത് ഏവിയേഷൻ നമ്മൾ പഠിക്കുന്ന സമയത്ത് നമ്മൾ ക്ലാസ്സിന് പോവാതെ അത് പഠിക്കാൻ പറ്റുമോ?
ഇത് നമ്മൾ സ്വയം ചിന്തിക്കുക. അതൊരു പ്രൊഫഷണൽ ഡിഗ്രിയാണ്, ശരിയാണോ അല്ലേ? എന്നാൽ BA ഹിസ്റ്ററി എന്ന് പറയുന്ന ഒരു പ്രൊഫഷണൽ ഡിഗ്രി അല്ലാത്തത് കൊണ്ട് അത് പഠിച്ചു കഴിഞ്ഞാൽ ജോലി കിട്ടുമോ എന്നുള്ളത് ഒരു 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 10% പോലും ഉറപ്പില്ലാത്തത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യില്ല, അതിന് ക്ലാസ്സിന് പോയാലും ഇല്ലെങ്കിലും നമുക്കത് പഠിക്കാം, ശരിയാണോ അല്ലേ? എന്നാൽ ഈ BSc അല്ലെങ്കിൽ BBA ഏവിയേഷൻ എന്ന് പറയുന്ന കോഴ്സ് നമ്മൾ ക്ലാസ്സിന് പോയില്ല എങ്കിൽ ആ വ്യക്തിക്ക് നാളെ ജോബ് 100% കിട്ടുന്ന ഉറപ്പുള്ള കോഴ്സാണ്. 2-3 വർഷമാണ് നമ്മൾ പഠിക്കേണ്ടത് അല്ലെ? BBA വിത്ത് ഏവിയേഷൻ 3 വർഷമാണ് പഠിക്കേണ്ടത്, അല്ലെങ്കിൽ BA എക്കണോമിക്സ് BA ഹിസ്റ്ററി എന്ന് പറയുന്ന സംഭവം 3 വർഷമാണ് പഠിക്കേണ്ടത്. പക്ഷേ BBA വിത്ത് ഏവിയേഷൻ പഠിക്കുമ്പോൾ ഒരൊറ്റ വ്യത്യാസം ഉണ്ടാവുള്ളൂ, അപ്പൊ പൈസ കുറച്ച് കൂടുതലായിരിക്കും. പൈസ കൊടുത്ത് പഠിക്കുന്ന ആളുകളാണെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും പൈസ കുറച്ച് കൂടുതലായിരിക്കും. ഒരു 4 ലക്ഷം 5 ലക്ഷം കൊടുക്കേണ്ടി വരും, അല്ലെങ്കിൽ 3 ലക്ഷം 4 ലക്ഷം കൊടുക്കേണ്ടി വരും. എന്നാൽ ഈ ഡിഗ്രിക്ക് വേണ്ടി 1 ലക്ഷത്തിനുള്ളിലേ വരുള്ളൂ. അപ്പൊ നമ്മൾ വ്യത്യാസം നമ്മൾ മനസ്സിലാക്കുക. ഇത് നമ്മളെ ബിസിനസ്സായിട്ട് കൺസെപ്റ്റ് ചെയ്തെടുക്കൂ. കാരണം നമ്മുടെ കമ്പനിയുടെ ഓഫർ ലെറ്റർ എത്രയാണ്? ഒരാഴ്ചയിൽ 2,10,000 രൂപ കിട്ടുക എന്നുള്ളതാണ്. അപ്പൊ ഈ ഓഫർ ലെറ്റർ കിട്ടുന്ന സമയത്ത്, അല്ലെങ്കിൽ ഈ ഓഫർ ലെറ്റർ നമ്മൾ ഓൾറെഡി നമ്മളെ ലീഡേഴ്സ് ആയാലും നമ്മളെ ടീം ആയാലും നമ്മളെ പ്രോഗ്രാം സെന്ററിൽ നിന്നായാലും എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഓഫർ ലെറ്റർ നമുക്ക് എഴുതി തന്നിട്ടുണ്ട്. 2,16,000 രൂപ നിങ്ങൾക്ക് കിട്ടും. പക്ഷെ നിങ്ങൾ ചെയ്യേണ്ട കുറച്ച് നീഡേഴ്സ് ഉണ്ട്, കുറച്ച് റിക്വയർമെന്റ്സ് ഉണ്ട്. അത് നിങ്ങൾ ചെയ്തെങ്കിൽ മാത്രമേ ഈ 2,16,000 രൂപ കിട്ടുള്ളൂ. അതിന്റെ ഉള്ളിൽ നിങ്ങൾക്ക് ചെറിയ ചെറിയ എമൗണ്ട് 5,000, 6,000, 10,000, 12,000, 2,000, 3,000 ഒക്കെ ആയിട്ട് നമുക്ക് കിട്ടും, ശരിയാണോ അല്ലേ? ഇത് എപ്പോഴാണ് നമുക്ക് കിട്ടാൻ പ്രാപ്തി ഉണ്ടാവുക, ആ സമയത്ത് കിട്ടും എന്നുള്ളതാണ്, ശരിയാണോ അല്ലേ? അപ്പൊ ഇങ്ങനെ ഒരു കോഴ്സ് നമ്മൾ ചെയ്യണം. ഞാൻ എന്റെ ടീമിനോട് എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, ഇത് നിങ്ങളൊരു കോഴ്സ് ആക്കിയിട്ട് കാണണം. കാരണം അതൊരു പ്രൊഫഷണൽ കോഴ്സായിട്ട് കാണണം. ഒരു 3 വർഷത്തെ 4 വർഷത്തെ കോഴ്സായിട്ട് നിങ്ങൾ കണ്ടു നോക്കിയേ, അവിടെ ബുദ്ധിമുട്ടോ റിസ്ക് ഒന്നും ഉണ്ടാവില്ല. അപ്പൊ നിങ്ങൾ ആലോചിക്കുക, നമ്മളെ മക്കൾ സ്കൂളിൽ പോകാറുണ്ട് അല്ലെ? 4, 5, 6 പഠിക്കുന്ന കുട്ടികളും 2, 3 പഠിക്കുന്ന കുട്ടികളുണ്ടാവും. അപ്പോ നമ്മൾ പറയാണ്, അവർക്ക് ഒരു തിങ്കൾ ചൊവ്വ ബുധൻ ഒരു സ്കൂളിൽ പോയി അവർക്കൊരു ചിലപ്പോൾ ചില ബോറടിയൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. ചിലപ്പോൾ വ്യാഴാഴ്ച കഴിഞ്ഞ് വെള്ളിയാഴ്ച അല്ലെങ്കിൽ വ്യാഴാഴ്ച അവർക്ക് എന്ത് ചെയ്തു പോകാൻ തോന്നിയില്ല. അവർ പറഞ്ഞു ഇപ്പൊ ചെയ്യാൻ നമുക്കൊന്നും പോണില്ല, ഞാൻ ഒന്നും പോണില്ല, അല്ലെങ്കിൽ ഉമ്മ ചെയ്യാൻ പോണില്ല, എനിക്ക് വയ്യ, അല്ലെങ്കിൽ ഇതാണ്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യും, അവരെങ്ങനെയും കൊണ്ടാക്കി കൊടുക്കും, ശരിയാണോ അല്ലേ? കാരണം എന്തുകൊണ്ടാ? ഒരു മടി കാണിക്കാൻ പാടില്ല. നാളെ പഠിച്ച് വലിയ ആളാവണം എന്നാണ് നമ്മൾ ചിന്തിക്കുന്നുണ്ടാവുക. പക്ഷെ പഠിച്ച് വലിയ ആളാണെന്ന് അവരെ കുറിച്ച് നമ്മൾ ചിന്തിക്കും. പക്ഷെ നമ്മൾ വലിയ ആളായോ? ഇല്ല. നമുക്ക് ഇതിനുള്ള മറ്റേ ഹോം മീറ്റിംഗ്, ചില ഹോം മീറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്, സ്പെഷ്യൽ ക്ലാസ്സുകളാണ് അല്ലെ? അതുപോലെ തന്നെ എല്ലാ GTS സെന്ററുകളും നമുക്ക് ക്ലാസ്സുകളാണ്. ഓരോ കോഴ്സ് അറ്റൻഡ് ചെയ്യുന്നത് കിട്ടുന്ന ക്ലാസ്സുകളാണ്. ഈ ക്ലാസ് നമ്മൾ അറ്റൻഡ് ചെയ്യാറുണ്ടോ? അതുപോലെ തന്നെ ഓരോ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് മീറ്റ്, വർക്ക്ഷോപ്പുകളൊക്കെ നമുക്ക് എന്താണ്, സ്പെഷ്യൽ ട്രെയിനിങ് പ്രോഗ്രാമുകൾ പഠിക്കണ സമയത്ത് കിട്ടുന്ന സമയത്ത്. അപ്പൊ അത് നമ്മൾ അറ്റൻഡ് ചെയ്യാറുണ്ടോ? എന്നാൽ നമ്മൾ കുട്ടികളോട് പറയുന്നതോ, നീ സ്കൂളിൽ പോ, നീ കോളേജിൽ പോ, നീ സ്കൂളിൽ പഠിക്കുക, നീ നേരത്തെ നീ നമ്മളെ മുസ്ലിംസിലൊക്കെ സംബന്ധിച്ചിട്ട് പല ആളുകൾ പല രീതിയിലാണ് പറയുന്നത്. നിസ്കരിക്കുന്ന സമയത്ത് നേരത്തെ പോയി നിസ്കരിക്കുക, പള്ളിയിൽ പോ, അങ്ങനെ നമ്മളൊക്കെ നമ്മൾ എന്തെങ്കിലും ആവാം, മക്കളെ നല്ല രീതിയിലാവും. ഈ ഒരു കൺസെപ്റ്റ് ആണ് നമുക്ക് ഉണ്ടാവുക, ശരിയല്ലേ? നമ്മള് ദിവസം തോറും നമ്മൾ ഡയറിയിൽ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യാറുണ്ട് അല്ലെ? നമ്മൾ ഈ ബിസിനസ്സിൽ വരുന്ന സമയത്ത് രാവിലെ മോർണിംഗ് മീറ്റിൽ അല്ലെങ്കിൽ ഇന്ന സമയത്ത് കയറും, ഇന്ന സമയം കഴിഞ്ഞാൽ ഞാൻ ഇന്നയാളെ പോയി കാണും, ഇന്നയാളെ പോയിട്ട് ഇന്നത് ചെയ്യും, ഇന്ന പോയിട്ട് ഇന്ന പ്രൊഡക്റ്റ് കൊടുക്കും, ഇന്നയാളെ ഫോളോ അപ്പ് ചെയ്യും, ഇന്ന സമയത്ത് പോയിട്ട് ഹോം മീറ്റിംഗ് ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ട് ലീഡേഴ്സ് എന്ത് ചെയ്യും, ടീമിന് പറഞ്ഞു കൊടുക്കും. കൂട്ടത്തിൽ ലീഡേഴ്സ് പോയി ചെയ്യാറുണ്ടാവും, ശരിയാണോ അല്ലേ? കാരണം അത് ടൈം ബീം പ്ലാൻ ചെയ്യും. എന്നാൽ ഇതൊന്നും നമ്മൾ ചെയ്യാതെ നമ്മളെ കുട്ടികളോട് നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മൾ പഠിക്കാൻ വേണ്ടി പറയാണ്, നമ്മൾ ക്ലാസ്സിലാൻ വേണ്ടി പറയാണ്, ബുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി പറയാണ്, ബുക്കിൽ എഴുതണം എന്ന് പറയാണ് അല്ലെ? നമ്മൾ പറയണ്ടേ, നമ്മളെ ഇങ്ങനായി, നമ്മൾ ഇനിയെങ്കിലും ഒന്ന് റെഡി ആയിട്ട് വാ, നമ്മളെ ഇങ്ങനായി. നമ്മൾ ടീമിൽ നമ്മൾ ആരോട് പറയും? നമ്മൾ മക്കളോട് പറയും, നമ്മളെ എങ്ങനെയായി. നമുക്ക് 10, 40, 45, അല്ലെങ്കിൽ 50, 50, 55, 60 വയസ്സുണ്ടാവും ഓരോരുത്തർ വ്യക്തികൾക്ക് അല്ലെ? അല്ലെങ്കിൽ 30, 35, 40 വയസ്സുണ്ടാവും. നമ്മൾ പറയാണ്, നമ്മളെ ഇങ്ങനായി, നീയെങ്കിലും പോയി പഠിക്കണം. നമ്മളെ എങ്ങനെ ആയിട്ടൊന്നുമില്ല, ഇനിയും സമയമുണ്ട് നമുക്ക് റെഡി ആവാൻ, ശരിയല്ലേ? ഇത് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ മറ്റുള്ളവരെ പഠിപ്പിക്കുന്നതിന് മുന്നേ, അല്ലെങ്കിൽ മക്കളെ പഠിപ്പിക്കുന്നതിന് മുന്നേ, വി ഷുഡ് ഹൗസ് സി ആസ് എ റോൾ മോഡൽ ഫോർ അവർ ചിൽഡ്രൻസ് എന്നാ പറയാം. നമ്മളെ മക്കളെ മുന്നിൽ നമ്മൾ റോൾ മോഡലായിട്ട് നിൽക്കാൻ ക്വാളിറ്റി കഴിവുള്ള ആളുകളായിട്ട് നമ്മൾ മാറണം. അതാണ് വ്യക്തി. ആ മക്കളാണ് നമ്മളെ റോൾ മോഡലാക്കി മാറ്റേണ്ടത്. കാരണം എന്താണ്, ചിലപ്പോൾ കല്യാണം ഫംഗ്ഷനൊക്കെ ദിവസം എല്ലാ ഞായറാഴ്ചയും ഉണ്ടാവും അല്ലെ? എല്ലാ ഞായറാഴ്ചകളും എൻ്റെ അമ്മച്ചി കല്യാണത്തിന് പോയിരുന്നു, അല്ലെ എല്ലാ ഞായറാഴ്ചകളും എൻ്റെ ഉപ്പച്ചി എന്ത് ചെയ്യായിരുന്നു, ഓരോ പരിപാടി ഫംഗ്ഷനിൽ പോയിരുന്നു. ആ ഉപ്പച്ചി ഇപ്പതാ ഈ ബിസിനസ് ആയിട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് എൻ്റെ ഉപ്പച്ചി ഇതിൽ ഫുള്ളി ഇൻവോൾവ് ആണ് എന്ന് നമ്മളെ മക്കൾ നമ്മളെ കുറിച്ച് പറയണം. അവിടെയാണ് നമ്മുടെ ആറ്റിറ്റ്യൂഡ്, അവിടെയാണ് നമ്മളെ ചിന്താഗതി മാറിയിട്ടുള്ളത്, ശരിയല്ലേ? അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഇതുവരെ കിട്ടാത്തത് കിട്ടണമെങ്കിൽ കല്യാണം ഒഴിവാക്കണം, മുടിവെച്ചിൽ ഒഴിവാക്കണം, അതുപോലെ തന്നെ എന്ത് ചെയ്യണം, ഫങ്ഷൻസ് ഒഴിവാക്കണം, മഴ വെയില് അല്ലെ? ഇപ്പൊ 6 മാസം വെയിലായിരുന്നു, 6 മാസം മഴയാണ്. നമ്മുടെ ടീമിലൊക്കെ ഉണ്ട് ഇങ്ങനത്തെ ആളുകൾ. നിങ്ങൾ ആലോചിക്കുക, ഇന്ന് നമ്മുടെ ഒരു ടീമിൽ കോമൺ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇത് എല്ലായിടത്തും.
കാരണം എന്താണ്, ഇത്രയും കാലം മഴയായിരുന്നു, ഭയങ്കര മഴ. കാരണം കഴിഞ്ഞ വർഷം മുന്നത്തെ വർഷം ഇത്ര മഴ കിട്ടിയില്ല, അപ്പൊ ഇന്ന് ഭയങ്കര മഴ കിട്ടി ഈ വർഷം. ശരിയല്ലേ? ഇപ്പൊ മഴയായി, ഇപ്പൊ ഇന്ന് വെയിൽ വന്നു. അപ്പൊ ഒരു ടീം പറയും, എന്താ പറയാ, നമ്മുടെ ടീമിലെ ഇഷ്ടപ്പെട്ട് പറയാണ്, സാർ ഭയങ്കര മഴയാണ്, എങ്ങനെ ഇറങ്ങുക, എങ്ങനെ പുറത്തേക്ക് ഇറങ്ങുക എന്നാ ചോദിക്കാം. പിന്നെ കുറെ കഴിഞ്ഞപ്പോ ഇപ്പൊ വെയിൽ വന്നു. ഇപ്പൊ കുറച്ച് ദിവസം മുന്നേ ഉപരോധം, ഭയങ്കര ചൂട്, എങ്ങനെ പുറത്തേക്ക് ഇറങ്ങും. ഇപ്പൊ ഈ 6 മാസം വെയിലും 6 മാസം ചൂടും, ഇതല്ലാണ്ട് പിന്നെ എന്ത് ഈ ലോകത്തുള്ളത്, അല്ലെങ്കിൽ ഇന്ത്യ എന്താ ഭൂമിയിൽ നമുക്ക് ഉള്ളത് എന്താ? നമ്മള് ഒന്നിനെ ഫോക്കസ് ചെയ്യാണ്ടിരിക്കുക, എസ്പെഷ്യലി നെഗറ്റീവ്സ്. ശരിയല്ലേ? ഇപ്പൊ നമ്മള് ഫീൽഡിൽ പോയിട്ട് എന്റെ ടീമിൽ ഞാൻ ഇപ്പൊ പല ആളുകളെ മാനേജ് ചെയ്യുന്നുണ്ട്. 60 വയസ്സുള്ളവരും 65 വയസ്സുള്ളവരൊക്കെ ഉണ്ട് അല്ലെ, നമ്മളെ അമ്മയുടെ പ്രായമുള്ളവരൊക്കെ ഉണ്ടാവും. അപ്പൊ അവരെ നമ്മൾ എന്ത് ചെയ്യണം, ആ രീതിയിൽ നമ്മൾ കാണണം. ശരിയല്ലേ? നമ്മള് അമ്മമാരെ പ്രായമുള്ളവര് നമ്മളെ പോലെ പെട്ടെന്ന് പഠിച്ചെടുപ്പിക്കണം എന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമില്ല. അതിന്റെ രീതിയിൽ വിടുക. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മള് കൂടുതൽ ഇതില് നമുക്ക് നമ്മളെ കാര്യങ്ങൾ മാനേജ് ചെയ്യാൻ കുറച്ചും കൂടി നമ്മൾ ഈ ബിസിനസ്സിലേക്ക് വരാൻ പോകുന്നത് പല തരത്തിലുള്ള ആളുകളുണ്ട്. എസ്പെഷ്യലി ഫോർ യങ്സ്റ്റേഴ്സിനെ നമ്മൾ സെർച്ച് ചെയ്യണം. യങ്സ്റ്റേഴ്സിനെ സെർച്ച് ചെയ്യണം എന്ന് പറയുമ്പോൾ നമ്മൾ ബാക്കിയുള്ളവരെ അവഗണിക്കുക എന്നുള്ളതല്ല. കാരണം എന്താണ്, നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്, നമ്മൾ റിയലൈസ് ചെയ്യുക. ഇന്നലെ ഞങ്ങൾ കൂട്ടേഴ്സ് മീറ്റിൽ ഒരു ലീഡർ ഞങ്ങളോട് പറഞ്ഞ കാര്യമാണ്. എന്താണ്, നമ്മൾ ഈ ബിസിനസ്സിൽ ഏറ്റവും മെയിൻ ആയിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് പാസീവ് ഇൻകം അല്ലെ. ആക്റ്റീവ് ഇൻകം ഉണ്ട്, നിലവിലുപരി പാസീവ് ഇൻകം. അപ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറയാണ്. ഇപ്പൊ എനിക്കൊരു 35 വയസ്സായി. ഈ 35 വയസ്സിനുള്ളിൽ ഞാൻ എന്താ പറയാ, ഞാനൊരു 70, 75, 80 വയസ്സുള്ള ഒരാളെ അതിലേക്ക് കൊണ്ടുവരാം. ഓക്കെ, ഒരു എക്സാമ്പിൾ പറയാം കേട്ടോ. 75, 80 വയസ്സുള്ളവരെ ഞാൻ അതിലേക്ക് കൊണ്ടുവരാം. അപ്പൊ 35 വയസ്സിൽ ഞാൻ ഉദ്ദേശിക്കുന്നത് എനിക്കൊരു ടീമൊക്കെ ആയി സെറ്റായി, നല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല സെറ്റപ്പ് ഒക്കെ ആയിട്ട് മാറി ടീമൊക്കെ ആകുമ്പോൾ ഞാൻ എന്ത് ചെയ്യും, എല്ലാവരും ഈ പ്രായമുള്ളവരെ ഒക്കെ എല്ലാവരും എന്റെ ടീമിലുണ്ടാവും. പക്ഷെ ആ പ്രായമുള്ളവരെ നമ്മൾ ഫോക്കസ് ചെയ്ത് നമ്മൾ വർക്ക് ചെയ്യിപ്പിച്ച അവസാനം അവർക്ക് ടീമൊക്കെ ആയി, അവർ വർക്ക് ചെയ്യുന്ന സമയത്ത് അവർക്ക് വയ്യാതായി എന്ത് ചെയ്യും, 80, 75, 80 വയസ്സുണ്ടല്ലോ. അപ്പൊ 80 വയസ്സിലുള്ള സമയത്ത് നമ്മളാ കൊടുത്ത എഫോർട്ട് വെറുതെ ആയി പോയില്ലേ? അതുകൊണ്ട് ഞാൻ പറഞ്ഞു, അപ്പൊ നിങ്ങൾ ഇതിൽ പ്രായമുള്ളവർ വർക്ക് ചെയ്യുന്നവരുണ്ടെങ്കിൽ പോലും അവര് വരെ യങ്സ്റ്റേഴ്സിനെ പഠിക്കും. ഈ ബിസിനസ്സിലേക്ക് പയ്യന്മാരെ കൊണ്ടുവരും. ഇപ്പൊ കണ്ണൂരിൽ നിന്നൊക്കെ മലപ്പുറം GTS സെന്ററിലേക്ക് കുറച്ച് കുട്ടികൾ വരാറുണ്ട്. 20 വയസ്സ് 21 വയസ്സ് ഒക്കെ പയ്യന്മാരെ ചെറുക്കന്മാരെ അടിച്ച് കയറിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കി. കാരണം നമ്മൾ ബിസിനസ് നമുക്ക് ചിലപ്പോൾ എനിക്ക് തോന്നുന്നു കൊതി തോന്നുന്നു, കുട്ടികളൊക്കെ വന്നല്ലോ എന്നുള്ളൊരു കൊതി നമുക്ക് മനസ്സിലാവും. കാരണം വെച്ചാല് നമ്മള് ചിലപ്പോൾ ഒരു പക്ഷെ അങ്ങനത്തെ ഒരു ശ്രമിച്ചിട്ട് പോലും ഉണ്ടാവില്ല. ഇനിയൊക്കെ നമ്മളെ യാത്ര അതിലൂടെയാണ് നമ്മൾ പോകാൻ പോകുന്നത്. കാരണം എന്താണ്, കഴിഞ്ഞ ഒരു ഇതിൽ നിങ്ങൾ ഇതിന്റെ ഇത് കണ്ടിട്ടുണ്ടാവും, മറ്റേ ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്ത സംഭവം എന്താണ്, 1,80,00,000 യുവാക്കൾ, അതായത് യുവത്വങ്ങൾ ഈ ബിസിനസ് ഏറ്റെടുക്കാൻ പോവാണ്. അപ്പൊ നമ്മളിപ്പോഴും നമ്മളെ ഓരോ പ്രശ്നങ്ങളും പ്രോബ്ലംസും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ശരിയല്ലേ? നമ്മൾ ആലോചിച്ച് നോക്കുക, നമ്മളെ മനസ്സിനെ ഷാർപ്പ് ചെയ്ത് വരികയാണ്. വീണ്ടും വീണ്ടും നിങ്ങൾ പറയാണ്, ഈ ബിസിനസ് നിങ്ങൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരുപാട് നെഗറ്റീവ്സുകൾ കിട്ടണം എന്നാണ് നമുക്ക് പറയാനുള്ളത്. എന്ത് കാര്യത്തിലും നെഗറ്റീവ്സ് ഇല്ലേ? ഇപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കി. ഇപ്പൊ ഞാൻ ഒരു കോഴി ബിരിയാണി നിങ്ങൾക്ക് വാങ്ങിച്ചിട്ടാണ്, അല്ലെങ്കിൽ കോഴി ബിരിയാണി നിങ്ങളെ ലീഡേഴ്സ് നിങ്ങൾക്ക് വാങ്ങിച്ചിട്ടാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ കഴിക്കുകയാണെങ്കിൽ, ആ കോഴി ബിരിയാണി റൈസ് മാത്രമേ ഉള്ളൂ, ഇറച്ചിയൊന്നുമില്ല, നെഗറ്റീവ് ആണോ? അല്ലേ? തീർച്ചയായിട്ടും നെഗറ്റീവ് ആണ്. അപ്പൊ നെഗറ്റീവ് ആയാലും ഇല്ലേ? അല്ലെങ്കിൽ ഒരു ബിരിയാണി വാങ്ങിച്ചു സമയത്ത് ആ ബിരിയാണിയിൽ എല്ല് കിട്ടൂലേ? ഈ എല്ല് എന്ന് പറഞ്ഞാൽ നമ്മൾ കടിച്ചു പിടിച്ച് തിന്നൂല്ല. എല്ലിന് നമ്മൾ എന്ത് ഇറച്ചിയൊക്കെ ഉണ്ടെങ്കിൽ ഇറച്ചി തിന്നിട്ട് എല്ല് ഒഴിവാക്കും. ശരിയാണോ? അല്ലേ? പക്ഷെ എല്ലും ഇറച്ചിയൊന്നും ഇല്ലാതെ ബിരിയാണിക്ക് സുഖം ഉണ്ടോ? നിങ്ങൾ ആലോചിച്ച് നോക്കുക. അപ്പൊ ഏത് സംഭവം നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഈ നമ്മള് ഈ ബിസിനസ്സിൽ നമ്മൾ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഏത് തരത്തിൽ നമ്മൾ ചിന്തിക്കുകയാണെങ്കിലും നെഗറ്റീവ്സ് ഫേസ് ചെയ്യാതെ ഒരിക്കലും നമുക്ക് എന്തെങ്കിലും സ്ട്രഗിളിങ് ഫേസ് ചെയ്യാതെ മുന്നോട്ട് കൊണ്ടുവരാൻ പറ്റില്ല. അതാണ് നമ്മൾ പറയുന്നത്, കമ്മിറ്റ്മെന്റ് നമ്മൾ ഈ ബിസിനസ്സിനോട് കാണിക്കണം. കമ്മിറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയട്ടെ, ഒരു ഉമ്മയും ഒരു കുട്ടിയും തമ്മിലുള്ള കമ്മിറ്റ്മെന്റ് എന്തായാലും, ഞാൻ പറഞ്ഞത് വാടക കുട്ടിയല്ല, ദത്തെടുത്ത കുട്ടിയല്ല, സ്വന്തം കുട്ടിയോട് ഒരു അമ്മയ്ക്കോ അല്ലെങ്കിൽ ഒരു ഉമ്മയ്ക്കോ അല്ലെങ്കിൽ ഒരു അച്ഛനോ അല്ലെങ്കിൽ ഒരു വാപ്പയ്ക്കോ തോന്നുന്ന ഒരു കമ്മിറ്റ്മെന്റ് ഉണ്ട്. എന്റെ കുട്ടിയാണല്ലോ, ആ കുട്ടിയെ നിങ്ങൾ റെഡിയാക്കണല്ലോ. ഈ കമ്മിറ്റ്മെന്റ് ആണ് നിങ്ങളോട് കാണിക്കണം. നിങ്ങളുടെ ടീമിൽ വരുന്ന ഓരോ വ്യക്തികളും നിങ്ങളുടെ കുട്ടികളാണ്. ആ കമ്മിറ്റ്മെന്റ് അവർക്ക് വരുമാനം വാങ്ങിച്ചു കൊടുക്കണം, അവർക്ക് ഇത്രയൊക്കെ ബിസിനസ് വോളിയം കൊണ്ടുവരണം, അവർക്ക് ഇതിന്റെ ബിസിനസ് പ്ലാൻ എന്താണെന്ന് കറക്റ്റ് പറഞ്ഞു കൊടുക്കണം എന്നുള്ള കൺസെപ്റ്റിൽ നിങ്ങൾ അവരെ ഹെൽപ്പ് ചെയ്താൽ മാത്രം മതി. ആ ഹെൽപ്പ് ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലായിട്ട് നമുക്ക് എന്ത് ചെയ്യുന്നുള്ളൂ, നമ്മൾ എന്താ പറയുക, നമ്മൾ ഈ ബിസിനസ് എങ്ങനെ പറയാം, യു ബിൽഡ് ദ പീപ്പിൾ ഫസ്റ്റ് ദെൻ ദ ബിൽഡ് ദ പീപ്പിൾ ബിസിനസ് പ്രൊഫഷണലി എന്ന് പറയും. അതായത് നിങ്ങൾ ആദ്യം ആളുകളെ ബിൽഡ് ചെയ്തെടുക്കുക, അവസാനം പിന്നെന്ത് ചെയ്യും, ആദ്യം ഫസ്റ്റ് അതാണ് ചെയ്യേണ്ടത്. ആദ്യം ആളുകളെ ബിൽഡ് ചെയ്യുക, എന്താണ്, കസ്റ്റമേഴ്സിനെ ബിൽഡ് ചെയ്യുക. യു ബിൽഡ് ദ പീപ്പിൾ ഫസ്റ്റ് ആൻഡ് ദെൻ ദ പീപ്പിൾ ബിൽഡ് ദ ബിസിനസ് പ്രൊഫഷണലി എന്നാണ്. അതായത് ആ വ്യക്തികൾ ബിസിനസ് ഡെവലപ്പ് ചെയ്തോളൂ. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കുക. ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞ പോലെ ഒരു ഫീൽഡിൽ പോണ സമയത്തും നമ്മളെ സൊസൈറ്റിയിൽ നിന്നും നമുക്ക് എത്ര മോട്ടിവേഷൻ, ഇപ്പൊ ഇന്ന് നിങ്ങൾക്ക് കുറെ മോട്ടിവേഷൻ ചെയ്ത് കിട്ടിയെന്ന് തന്നെ വെച്ചോളി. നിങ്ങൾ അത് കഴിഞ്ഞ്
നിങ്ങൾ എന്ത് ചെയ്യും? ഇറങ്ങും അല്ലെ? വർക്ക് ചെയ്യാൻ ഇറങ്ങും. വർക്ക് ചെയ്യാൻ ഇറങ്ങും. ആദ്യത്തെ ദിവസം ഇന്ന് നീ പോവാണല്ലേ ഫീൽഡിലേക്ക്, എന്താ കാര്യമുണ്ടോ? അപ്പൊ പോയിട്ട് എന്ന് പറഞ്ഞാൽ എന്തായി? നമ്മുടെ ആറ്റിറ്റ്യൂഡ് ഇട്ടും അല്ലെ? നമ്മൾ 1 മണിക്കൂർ സംസാരിച്ചൊക്കെ നമ്മൾ ഡൗൺ ആയി പോകും. ആ വ്യക്തിയുടെ മനസ്സിൽ ഒരുപാട് ഇറിറ്റേഷനോ മനസ്സിലെ വേദനയോ വിഷമോ ഒക്കെ നമുക്ക് തോന്നും. ശരിയാണോ അല്ലേ? തോന്നണം എന്നാണ് എനിക്ക് പറയുന്നത്. അത് പറയട്ടെ. അത് പറയുമ്പോ നമ്മൾ മനസ്സിനുള്ളിൽ നിന്നൊക്കെ ഞാൻ കാണിച്ചു തരാണോ എന്ന് പറഞ്ഞിട്ട് മനസ്സിനുള്ളിൽ എന്ത് ചെയ്യുക? അത് പറഞ്ഞിട്ട്, അല്ലാതെ വാ കൊണ്ട് നമ്മൾ പറയണ്ട, നമ്മൾ മനസ്സിനുള്ളിൽ പറഞ്ഞിട്ട് ചിരിച്ചുകൊണ്ട് ഓക്കെ ശരി എന്നിട്ട് നമ്മൾ പോവുക. ഇതാണ് നമ്മളെ ഏറ്റവും വലിയ പ്രത്യേകത. ഇങ്ങനെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ. അപ്പോ ഇങ്ങനെ നമ്മൾ ഒരു ഫീൽഡിലേക്ക് ഇറങ്ങുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന നെഗറ്റീവ്സ്, മോസ്റ്റ് ഓഫ് ദി പീപ്പിൾ സീ ഓൺലി നെഗറ്റീവ് എന്ന് പറയുന്ന പോലെ ഏറ്റവും കൂടുതൽ ആളുകൾ നെഗറ്റീവ് മാത്രമേ കാണുള്ളൂ എന്നുള്ള കൺസെപ്റ്റിൽ ഇറങ്ങിയാൽ മതി. ഇപ്പൊ നിങ്ങൾ ഒരാളെ കാണാൻ പോകുന്ന സമയത്ത് അയാളെ കണ്ട് അയാൾ ഏകദേശം ബിസിനസ് ചെയ്യാൻ റെഡിയാണ്, അല്ലെങ്കിൽ അയാളെ പ്രൊഡക്റ്റ് എടുക്കും എന്നുള്ള പോസിറ്റീവ് കോൺഫിഡൻസോടുകൂടി നിങ്ങൾ എന്ത് ചെയ്യുക? ഇറങ്ങി കഴിയുമ്പോൾ പെട്ടെന്ന് അയാളാണ് എടാ എനിക്ക് ഇതിന് താല്പര്യം ഇല്ല, എന്നോട് ഞാൻ പറഞ്ഞില്ല, എനിക്ക് അതാണ് ഇതാണ്, എനിക്ക് വേറെ കുറെ പ്രശ്നങ്ങളുണ്ട്, ഞാൻ അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം അങ്ങനെ എന്ത് പെട്ടെന്ന് ഇത് പറയുമ്പോൾ നമ്മൾ ഇങ്ങനെ ഭയങ്കര എക്സൈറ്റ്മെന്റോട് പോകുന്ന സമയത്ത് പെട്ടെന്ന് നമ്മുടെ മനസ്സാകത് കേൾക്കുമ്പോൾ ആകെ വിഷമായി സ്തംഭിച്ച ഷോക്ക് അടിച്ചു നിന്ന പോലെ അല്ലെ? ഈ ഒരു മനസ്സ് നമ്മൾ അങ്ങനെ വരണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യാം? ഇയാളെ കാണാൻ പോകുമ്പോൾ നമ്മൾ ചിന്തിച്ചാൽ മതി, ഇത് ബിസിനസ് അയാൾക്ക് ചെയ്യാൻ പറ്റുമെന്ന് ചെയ്തോട്ടെ, എനിക്ക് കിട്ടോ അത് വേറെ. നമ്മൾ എന്തായാലും ഞാൻ എന്റെ കാര്യങ്ങൾ ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞു. അവന് ചെയ്യണ വേണമെങ്കിൽ ചെയ്തോട്ടെ, അവന് ചെയ്ത് അവന് രക്ഷപ്പെടാം, അവന്റെ കൂട്ടത്തിൽ അവന്റെ കുടുംബവും രക്ഷപ്പെടാൻ പറ്റും. അങ്ങനത്തെ ഒരു അവസരം ഞാൻ അവനോട് പറയാൻ വേണ്ടി പോവാണെന്നുള്ള ഒറ്റ ചിന്ത നമുക്ക് മതി, വേറെ ഒന്നും ഇതിൽ വേണ്ട. അങ്ങനെ പോയി ബിസിനസ് പറഞ്ഞു കൊടുത്ത് നോക്കിയേ, അങ്ങനെ പോയി പ്ലാൻ പറഞ്ഞു കൊടുത്ത് നോക്കിയേ, മനസ്സിലാവുന്നുണ്ടോ? നമ്മളെ ടീമിലൊക്കെ കുറെ ലേഡീസ് ഉള്ള പോലല്ലോ സെയിൽ മാത്രം നടത്തിക്കൊണ്ടിരിക്കും. നമുക്ക് നാളെ ഒരു പാസീവ് ഇൻകം കിട്ടണ്ടേ? ഒരാഴ്ച 2 ആഴ്ച കഴിഞ്ഞ് കഴിഞ്ഞാല് നമ്മൾ ഇരിക്കുക, എന്തെങ്കിലും കാരണം കൊണ്ട് റെസ്റ്റ് ചെയ്യേ ലീവ് എടുക്കുക, എന്തെങ്കിലും വന്നാൽ, അങ്ങനെ അവസ്ഥ വന്നാൽ, വരാതിരിക്കട്ടെ, വന്നാൽ നമുക്കൊരു വരുമാനം കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? ഒരു ടീം ഉണ്ടാക്കുക തന്നെ വേണം. മനസ്സിലാവുന്നുണ്ട്? അതുകൊണ്ടാണ് യു ബിൽഡ് ദ പീപ്പിൾ ഫസ്റ്റ് ദെൻ ദ ബിൽഡ് ബിസിനസ് പ്രൊഫഷണലി എന്ന് പറയുന്നത്. കൊണ്ടാണ് നമ്മൾ ആളുകളെ ബിൽഡ് ചെയ്തെടുക്കുക. ആളുകളെ ബിൽഡ് ചെയ്തെടുക്കുക എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ ആണ്. എങ്ങനെ ആളുകളെ സിമ്പിൾ ആയിട്ട് ചെയ്തെടുക്കുക? ആദ്യം നിങ്ങൾ മനസ്സിലാക്കുക, ചേഞ്ച് യുവർ കസ്റ്റമർ എന്നാ പറയാം. ചേഞ്ച് യുവർ കസ്റ്റമർ, അല്ലെങ്കിൽ ചേഞ്ച് യുവർ കസ്റ്റമർ ബ്രാൻഡ്. കസ്റ്റമറുടെ ബ്രാൻഡ് മാറ്റുക. രാവിലെ എഴുന്നേറ്റ് പല്ലേക്കൂലേ ആൾക്കാർ? കുളിക്കൂലേ ആളുകൾ? ആളുകൾ നിലം കെടുക്കൂലേ? ടോയ്ലറ്റ് കഴുകൂലേ? പാത്രം കഴുകൂലേ? ഇതൊന്നും ഈ ദിവസം 10 വീട് എടുത്തു കഴിഞ്ഞാല് 10 വീട്ടിലും ചെയ്യുന്നില്ലേ? ഇനി വേറെ എന്തൊക്കെയോ കമ്പനികളുണ്ട്, കോഫി അത് ഇത് എന്ന് പറഞ്ഞിട്ട് രാവിലെ അത് കുടിച്ചില്ലെങ്കിൽ ആളുകൾ ജീവിച്ചുകൊണ്ട് പോകും. ശരിയാണോ അല്ലേ? ഞാൻ ഇതിനെ കുറ്റപ്പെടുത്തി പറയുന്നില്ല. അത് 3000 2500 4000 രൂപ കൊടുത്തിട്ട് ഓരോരുത്തർ വാങ്ങി ബിസിനസ് ചെയ്യുന്നുണ്ട്. നല്ല ടോപ്പ് ബിസിനസ് ചെയ്യുന്ന ആളുകളുണ്ട് പല കമ്പനികളിലും, പല ഓർഗനൈസേഷനിലും, നമ്മളെ കമ്പനി അല്ലാത്ത കമ്പനികളിൽ. പക്ഷെ നമ്മൾ ബേസിക് മനസ്സിലാക്കി നമ്മളൊരു ഒരു 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 ഇച്ചിരി കോമൺ സെൻസ് ബിസിനസിന് കൊടുക്കി. ആ കോമൺ സെൻസ് ഇതിനെ കൊടുക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും നല്ലൊരു പ്രൊഫഷൻ കൂടി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതുകൊണ്ട് ഞാൻ എപ്പോഴും പറയാണ്, ഒന്ന് നിങ്ങൾ മനസ്സിലാക്കുക, ഇതൊരു കോഴ്സായിട്ട് കാണണം. ഒരു കോഴ്സായിട്ട് കാണണം. ഒരു 3 വർഷം തൊട്ട് 4 വർഷം വരെയുള്ള ഒരു പ്രൊഫഷണൽ കോഴ്സാണെന്ന് കാണണം. ഒരാഴ്ചയിൽ 7 ദിവസം ക്ലാസ്സിന് പോകണ്ട, ഒരു ദിവസമോ 2 ദിവസമോ ക്ലാസ്സിന് പോവാ. എന്താണ്? TTS 1.5-2 മണിക്കൂറത്തെ ക്ലാസ് എടുക്കും. പിന്നെ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് മീറ്റിംഗുകൾ ടീമിലെ ലീഡേഴ്സ് വിളിക്കും, നിർബന്ധമായിട്ട് പോകണം. സ്പെഷ്യൽ ക്ലാസ്സുകളാണത്. വർക്ക്ഷോപ്പ് വിത്ത് RTP പോലത്തെ സംഭവങ്ങൾ 3 ദിവസം 2 ദിവസമൊക്കെ റെസിഡൻഷ്യൽ ട്രെയിനിങ് പ്രോഗ്രാം ഒക്കെ വരും. അത് സ്പെഷ്യൽ നമ്മൾ പറയില്ലേ, നമ്മള് കോളേജ് പഠിക്കുന്ന സമയത്ത് എന്താ പറയാ, നമ്മൾ ടൂർ പോകും. ടൂർ മീൻസ് എന്താണ്? സ്റ്റഡി ടൂർ അല്ലെ? കണ്ടിട്ടില്ലേ? 1-2 ദിവസമൊക്കെ ഇതേപോലെ സ്റ്റഡി ടൂർ ആണെന്ത്? RTP. മനസ്സിലാവുന്നുണ്ട്? ഇങ്ങനെയൊക്കെ കൺസെപ്റ്റ് വെക്കണം, എന്നാലും ഇത് ചെയ്യാൻ തോന്നുള്ളൂ. നമ്മൾ മക്കളെ കണ്ട് പഠിപ്പിച്ച് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ട് മോനെ സ്കൂളിൽ പോയിക്കോ കോളേജിൽ പോയിക്കോ വൈകുന്നേരത്തിന്റെ സമയത്ത് വരണിട്ടെന്ന് പറഞ്ഞാൽ പോരാ, നമ്മളും അതേപോലെ ചെയ്യണം. പറഞ്ഞ മനസ്സിലാവുന്നുണ്ട്? അതുകൊണ്ട് ഇത് നിങ്ങൾ ആദ്യം ചെയ്യുന്ന സമയത്ത് ഒരുപാട് പൈസ കിട്ടും നിങ്ങൾ ആദ്യത്തെ സമയത്ത് തന്നെ വിചാരിക്കല്ലേ. കിട്ടും, കിട്ടും. പ്രതീക്ഷയോടുകൂടി തന്നെ നമ്മൾ വർക്ക് ചെയ്യുക. അതിന് ആദ്യത്തെ സമയം നമ്മളെ മനസ്സ് ഒന്ന് ഫുൾഫിൽ ചെയ്ത് വരാനുണ്ട്, ഫ്ലെക്സിബിൾ ആയി മാറാനുണ്ട് അല്ലെ? നമുക്ക് ദേഷ്യം പിടിക്കും ചിലപ്പോ, അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നു, ആരെയും എന്തെങ്കിലും പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ഭയങ്കര വിഷമായിരിക്കും, അല്ലെങ്കിൽ അങ്ങനത്തെ ഒക്കെ മനസ്സുള്ളവരായിരിക്കും നമ്മളൊക്കെ. പക്ഷെ ഇതൊക്കെ ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റും നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ നിൽക്കുകയാണെങ്കിൽ. ആദ്യം നിങ്ങൾ ടീമിനെ ബിൽഡ് ചെയ്യണമെങ്കിൽ ഒറ്റ പരിപാടിയേ ഉള്ളൂ. നിങ്ങളുടെ വീടിന്റെ ഭാഗത്ത് ചുറ്റുഭാഗത്തുള്ള ഒരു 10 പേരെ വീട്ടിൽ നിങ്ങൾ ചോദിച്ചു നോക്കിയേ, നിങ്ങൾ ഉപയോഗിക്കുന്ന പേസ്റ്റിനാണോ അവർ ഉപയോഗിക്കുന്നത്? അവർ പറയുന്ന നെഗറ്റീവ്സ് പലതും ഉണ്ടാവും. ഞാൻ ഇതിലേക്കൊന്നും കടക്കുന്നില്ല, കാരണം ഇപ്പൊ വിലയുടെ കാര്യങ്ങൾ അവർ പറയുന്നുണ്ടാവും. ഇവിടെ ഞങ്ങൾക്ക് 10-15 റുപ്യന്റെ പേസ്റ്റ് കിട്ടും. ആ 10-15 റുപ്യന്റെ പേസ്റ്റ് കിട്ടുമ്പോൾ ഞാൻ എന്തിനാ 140 റുപ്യ 132 റുപ്യ കൊടുത്തിട്ട് ഞാൻ പേസ്റ്റ് വാങ്ങുന്നത്? അപ്പൊ അവർക്ക് കൊടുക്കേണ്ട സൊല്യൂഷൻ മാത്രം നമ്മൾ എന്ത് ചെയ്യുക? ഈ കോളേജിലെ സ്പെഷ്യൽ ക്ലാസ്സുകളിൽ പോകുമ്പോൾ ഒന്ന് പഠിക്കുക. എന്താണ്? ചേച്ചി പറഞ്ഞു വളരെ കറക്റ്റാണ്, ഇതിനേക്കാളും വില കുറവാണ് അത്. ഓക്കെ, സമ്മതിച്ചു. എന്നതിന് ഒരു വാണിംഗ് നിങ്ങളുണ്ട്, കണ്ടിട്ടുണ്ടോ? അപ്പൊ ഒരു എന്ത് വാണിംഗ്? 6 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് കൊടുക്കാൻ പാടില്ല, കൊടുക്കണതിന്റെ കൂടെ പാരന്റ്സ് നിൽക്കണം, അത് ഇറക്കാൻ പാടില്ല.
അയ്യോ അങ്ങനെ ഒരു വാണിംഗ് ഉണ്ടല്ലേ. ഞാൻ അപ്പൊ അവരങ്ങനെ കണ്ടാൽ തന്നെ ചില ആൾക്കാർ എന്ത് ചെയ്യില്ല, അത് മെയിൻറ്റെയിൻ ചെയ്യില്ല. എന്റെ പൊന്നു ചേച്ചി, ഞാനൊരു കാര്യം പറയട്ടെ, ഈ ഒരു സാധനങ്ങൾ ഉപയോഗിച്ച് മക്കൾക്ക് പല്ലിന് വല്ല പ്രശ്നം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഡോക്ടറോട് ഫീസ് കൊടുക്കും 250 റുപ്യ, മരുന്നിന് വേറെ 300 റുപ്യ കൊടുക്കൂലേ, പിന്നെ വണ്ടിക്ക് അങ്ങോട്ട് ചാർജ് 10-700 റുപ്യ കൊടുക്കൂലേ. അപ്പൊ ആ സമയത്ത് നോക്കുമ്പോൾ 140 റുപ്യ അല്ലെങ്കിൽ 141 റുപ്യ പേഴ്സിന് വില കൂടുതലാണോ കുറവാണോ? സെൻസോഡിന്റെ പറഞ്ഞൊരു പേസ്റ്റ് നിങ്ങൾക്ക് ഉണ്ട്, അറിയാലോ. ഈ പേസ്റ്റിന്റെ പ്രത്യേകത എന്താ? അതിന്റെ വില ഇത്രയൊക്കെയാണ്. 150 ഗ്രാമിന് 262 റുപ്യ, 252 റുപ്യ വിലയുണ്ട്. അതിന്റെ പ്രത്യേകത എന്താ? മെഡിക്കൽ പേസ്റ്റ് ആണ്, പല്ലിനുള്ള പൊളിപ്പിനൊക്കെ പറ്റും. പക്ഷെ അതിന് വാണിംഗ് ഉണ്ട്, 12 വയസ്സിന് താഴെയുള്ളത് ഇത് കൊടുക്കുമ്പോൾ ഡോക്ടറോട് ചോദിച്ചിട്ട് കൊടുക്കണം. എന്തിനാണ് ഈ വാൺ ചെയ്തിരിക്കുന്നത്? ഈ വാണിംഗ് ഇതിമുണ്ടോ നോക്കി ചേച്ചി, ഉണ്ടോ നോക്കിയേ, ഉണ്ടോ നോക്ക്, മക്കളോട് നോക്കിപ്പിക്കും. നിങ്ങൾക്ക് നോക്കാൻ വയ്യത് മക്കളോട് നോക്കിപ്പിക്കും, കാരണം കൊടുക്കണം. മക്കൾ എന്ത് ചെയ്ത് നോക്കിപ്പിച്ച്, മക്കളെ കൊണ്ട് നോക്കിപ്പിച്ച് അമ്മയോട് പറഞ്ഞു കൊടുപ്പിക്കണം. അവർ മുന്നിൽ ഒറ്റ തവണ ചെയ്താൽ മതി. അത് ഞങ്ങൾ വലിയ പ്രലോഭനായിട്ടും വലിയ ഇതൊന്നുമല്ല, ചെറുതായിട്ട് പറഞ്ഞു കൊടുത്താൽ മതി. ആ ഒരു തവണ അവനത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അവൻ നമ്മളൊന്ന് വാങ്ങൂലേ. ഒരു തവണ നമ്മൾ സംസാരിക്കുമ്പോൾ ചിലപ്പോൾ ഒരു 1/2-3/4 മണിക്കൂർ ചിലപ്പോൾ എടുക്കും ഒരു പ്രൊഡക്റ്റ് കൊടുക്കാൻ. അടുത്ത തവണ അവന് വേണോ വേണ്ടെന്ന് പറയാൻ എത്ര സമയം വേണം? എത്ര സമയം വേണം നിങ്ങൾ ആലോചിച്ച് നോക്കി. ചിലപ്പോൾ ഒരു സെക്കൻഡ് പോലും വേണ്ടില്ല. അവിടെ ആ പേസ്റ്റ് ഒന്ന് വേണം കേട്ടോ, നല്ല പേസ്റ്റ് ആയിരുന്നു കേട്ടോ, ഓക്കെ കഴിഞ്ഞ്. അല്ലെങ്കിൽ ആ പേസ്റ്റ് കൊള്ളൂല കേട്ടോ, വേണ്ട, ഓക്കെ താങ്ക് യു, മതി. കൊള്ളൂലേ വേണ്ട. നമുക്ക് ഒരു വ്യക്തികൾക്ക് ഇത് പ്രൊഡക്റ്റ് കൊടുത്തിട്ട് വേണ്ട ഇഷ്ടപ്പെടുന്നില്ല, പിന്നെ എന്ന് നിർബന്ധിക്കാൻ എന്തിനാ? വേണമെങ്കിൽ ബിസിനസിന്റെ അവസരങ്ങൾ പറഞ്ഞു കൊടുത്തിട്ട് നിങ്ങൾ ഒരു ബിസിനസ് കൂടി വേണം ചെയ്തോ എന്ന് പറയാം. പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളെ കസ്റ്റമറിന്റെ ബ്രാൻഡ് മാറ്റുക. കസ്റ്റമറുടെ ബ്രാൻഡ് മാറ്റുക, ആറ്റിറ്റ്യൂഡ് മാറ്റണ്ട, ബിഹേവിയർ മാറ്റണ്ട, ഹാബിറ്റ് മാറ്റണ്ട. ഹാബിറ്റ് മാറ്റണ്ട എന്താ? പല്ല് തേപ്പിക്കാതിരിക്കണ്ട, കുളിപ്പിക്കാതിരിക്കണ്ട, അവൻ കുളിച്ചോട്ടെ. അങ്ങനെ അറിഞ്ഞ് കുളിച്ചോട്ടെ, നാളെ തൊട്ടിട്ട് അതെന്തേ ഇനി നമ്മളെ പ്രൊഡക്റ്റ് ഉണ്ടായിട്ട് കുളിച്ചാൽ മതി എന്ന് പറഞ്ഞു നമ്മൾ കുളിച്ചോട്ടെ. ഈ ഷോപ്പ് ഒന്ന് മാറ്റി വെക്കടാ, അല്ല ഈ ബ്രാൻഡ് ഒന്ന് മാറ്റി വെക്കടാ എന്ന് പറഞ്ഞു നോക്കുക നമ്മളെ കസ്റ്റമേഴ്സ്, നമ്മുടെ ടീമിനോട്, നമ്മളെ അടുത്ത് നിൽക്കുന്ന ആളോട്. അപ്പൊ കസ്റ്റമറിന്റെ ബ്രാൻഡ് മാറ്റുക. ആ ആ വ്യക്തിയെ ബ്രാൻഡ് മാറ്റി കഴിഞ്ഞാൽ പിന്നെ ആ വ്യക്തി നമുക്ക് കസ്റ്റമർ ആയിട്ട് മാറി. ഫസ്റ്റ് കസ്റ്റമർ, മനസ്സിലാവുന്നുണ്ടോ? ഈ കസ്റ്റമറിനെ നമ്മൾ അടുത്തതായിട്ട് എഡ്യൂക്കേറ്റഡ് ദ കസ്റ്റമർ. ആ എഡ്യൂക്കേഷൻ ആണ് നേരത്തെ ഞാൻ പറഞ്ഞത്. എന്താണ് ഈ പേസ്റ്റ് ഉപയോഗിച്ചുള്ള ബെനിഫിറ്റ് എന്താണ്, അല്ലെങ്കിൽ ഈ പ്രോഡക്റ്റ് ഉപയോഗിച്ചുള്ള ബെനിഫിറ്റ് എന്താണ്, അത് പറഞ്ഞു കൊടുക്കുക. എഡ്യൂക്കേറ്റഡ് ദ കസ്റ്റമർ, മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ മറ്റേ നിങ്ങൾക്ക് അറിയായിരിക്കും, ഞാൻ അതിനിതാക്കി പറയുന്നില്ല, നമ്മളെ ഒരു മാനസികമായിട്ടുള്ള പിരിമുറുക്കത്തിന് നമ്മൾ ഉപയോഗിക്കുന്ന, അല്ലെങ്കിൽ ഒരു ഉറക്കക്കുറവിന് ഉപയോഗിക്കുന്ന ഒരു ക്യാപ്സൂൾ ഉണ്ട്, 5 സ്ട്രെസ്, നിങ്ങൾക്ക് അറിയായിരിക്കും അല്ലെ. അതിന്റെ DP എനിക്ക് തോന്നുന്നു 825 റുപ്യാണ്. ഇന്നലെ തൊട്ട് വീണ്ടും കുറഞ്ഞിട്ടുണ്ട്. എല്ലാത്തിനും നമ്മളെ നല്ലൊരു കൈയടി നമ്മളെ കമ്പനിക്ക് കൊടുക്കുന്നത്. കാരണം എന്താണ്? GST കുറഞ്ഞതോടുകൂടി ഇന്ന് എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ തന്നെ ആദ്യം വില കുറച്ചുണ്ടാവുക നമ്മളെ കമ്പനി തന്നെയാണ്. എന്നാൽ ഭയങ്കര സന്തോഷം. നിങ്ങൾ ആലോചിക്കുക, നമ്മുടെ കമ്പനി എത്ര അപ്ഡേറ്റ് ആണ് നോക്കി. 143 റുപ്യന്റെ പേജ് 132 റുപ്യ ആയിട്ട് മാറി. അത് കഴിഞ്ഞ 2 ദിവസം മുന്നേ GSTന്റെ ഇത് കുറഞ്ഞു എന്നിട്ട് വന്നുള്ളൂ. അപ്പോഴൊക്കെ നമ്മളെ കമ്പനി വില കുറച്ച്. നിങ്ങൾ ആലോചിച്ച് നോക്കി. അപ്പൊ ഇതുപോലൊക്കെ പോസിറ്റീവ്സ് നമ്മളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് നമ്മുടെ കമ്പനി നമ്മളെ കൂടെ നിൽക്കുകയാണ്. ഒരു വ്യക്തി നാളെ ഒരു വില കൂടുതലാണെന്ന് പറഞ്ഞിട്ടോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു പ്രശ്നം പറഞ്ഞിട്ടോ എന്ത് ചെയ്യരുത്, വിട്ടിട്ട് പോകരുത്. ആ ഒരു കൺസെപ്റ്റാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്ത് രീതിയിൽ നമ്മളെ കൂടെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന കമ്പനി ഉണ്ടെങ്കിൽ അവരെ കൂടെ നമ്മൾ നിൽക്കേണ്ടത്. കമ്പനിക്ക് ലാഭം ഉണ്ടാവും, കമ്പനിക്ക് ലാഭം കിട്ടിക്കോട്ടെ, കമ്പനി അതിനൊരു ലാഭത്തിന് ഒരു ഇത്രയും പെർസെന്റേജ് നമുക്ക് ഷെയർ ചെയ്യുന്നില്ലേ. അല്ലാതെ മറ്റേ മമ്മൂട്ടി മോഹൻലാലും എക്സസോപ്പും അതുപോലെ തന്നെ കണ്ണൻ ദേവന്റെ പരസ്യം ചെയ്യുന്ന പോലെ ലാഭം മൊത്തം അതിന്റെ ഓണർമാർക്കും അതുപോലെ തന്നെ സിനിമാ നടന്മാർക്കും കൊടുക്കുകയല്ലേ, നമുക്ക് എല്ലാവർക്കും ഷെയർ ചെയ്യല്ലേ. അത് മനസ്സിലാക്കുക. അപ്പൊ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? കസ്റ്റമറിനെ ചേഞ്ച് ആക്കുക, കസ്റ്റമറുടെ ബ്രാൻഡ് ചേഞ്ച് ആക്കുക. ആ കസ്റ്റമർ ബ്രാൻഡ് ചേഞ്ച് ആക്കി എല്ലാ മാസവും അവന് വേണ്ട പേസ്റ്റ്, അവന് വേണ്ട ടോയ്ലറ്റ് ക്ലീനർ, അവന് വേണ്ട പാത്രം കഴുകുന്നത്, അവന് വേണ്ട എന്ത് സാധനങ്ങളുണ്ടോ, മുറിക്കുള്ള ഓയിൽമെന്റ്, അവന് വേണ്ട ചുമക്കുള്ള സംഭവം ഒക്കെ നമ്മൾ തന്നെ കൊടുക്കുക. അത് കഴിഞ്ഞോ, ഞാൻ കൊണ്ടുവരാൻ നിൽക്കട്ടെ, എന്റെ ID കൊടുത്ത് തന്നെ എടുക്കുന്നതേ എന്ന് പറഞ്ഞിട്ട് അവന് കൊണ്ടുപോയി കൊടുക്കുക. അവനെ എഡ്യൂക്കേറ്റ് ചെയ്ത് നോക്കുക. അവൻ ചിലപ്പോൾ പറയും കഴിഞ്ഞ പ്രാവശ്യം ഞാൻ എടുത്തില്ല, ഞാൻ ഇനി ഇപ്പൊ എടുക്കുന്നു. അപ്പൊ നമ്മൾ എഡ്യൂക്കേറ്റ് ചെയ്യണതാണ്. ചങ്ങായിയെ, എന്റെ ഈ ID നീ എടുത്തു കഴിഞ്ഞാൽ കുറെ കഴിഞ്ഞ് ഈ ID ആക്റ്റീവ് ആവും. അങ്ങനെ ഇവിടെ കൂടി 2 ID കൂടി ഉണ്ട് താഴത്ത്. ഈ 2 ID കൂടി ആക്റ്റീവ് ആയി കഴിഞ്ഞാൽ ഈ ആക്റ്റീവ് ആയതിന്റെ ഒരു 450 എന്റെ അക്കൗണ്ടിൽ വരും. എന്റെ കെയർ ഓഫിൽ വേറെ ഏതെങ്കിലും ആളുകൾ പരിചയപ്പെടുത്തി അവർക്ക് ഇതേ പ്രൊഡക്റ്റ് കൊടുത്തെങ്കിൽ അവരിന്ന് ഒരു 12% പ്രോഫിറ്റ് എനിക്ക് വരും. എനിക്ക് എന്തെങ്കിലും നഷ്ടമുണ്ടോ? എനിക്ക് നീ എന്റെ ജോലി ചെയ്തോ, നീ എന്റെ പണി ചെയ്തോ, എനിക്ക് വരുമാനം കിട്ടുന്ന വെറുതെ കാണണം. അങ്ങനെ ഒരു സംഭവം ഇതിലുണ്ടല്ലേ, ഇത് പറഞ്ഞു കൊടുക്കണം. അല്ലാതെ മിണ്ടാതിരുന്നാൽ നടക്കൂല. അവിടെ പോയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. നമ്മൾ എന്തിനാ ഒരാളെ മുന്നിൽ പേടിക്കണം? എന്തിനാ നമ്മൾ ആരെയും പറ്റിക്കാനോ ആരെയും കൊടുക്കാനോ ഒന്നിനും പോകുന്നില്ല. അപ്പൊ എഡ്യൂക്കേറ്റഡ് ദ കസ്റ്റമർ, ആ കസ്റ്റമർ എഡ്യൂക്കേറ്റ് ചെയ്യുക. പിന്നീട് അവർക്ക് വരുമാനമൊക്കെ കിട്ടി, പ്രൊഡക്റ്റ് നല്ലതാണെന്നൊക്കെ കിട്ടി കഴിഞ്ഞാൽ മൂന്നാമത്തെ പോയിന്റ് എന്താണ്? സാറ്റിസ്ഫൈഡ് ദ കസ്റ്റമർ. കസ്റ്റമർ സാറ്റിസ്ഫൈഡ് ആയി, മനസ്സിലാവുന്നുണ്ടോ? ആ കസ്റ്റമർ സാറ്റിസ്ഫൈഡ് ചെയ്യാം, ഓക്കെ കുഴപ്പമില്ല. പിന്നെ നമ്മൾ വരുന്നവന് സന്തോഷമാണ്, ഹാപ്പിയാണ്. വാടക കയറി ഇരിക്കടാ, എന്താ സുഖം തന്നെയല്ലേ, വേറെ കയറി ഇരിക്കും, ചാടിച്ചിട്ട് പോവാം എന്ന് പറഞ്ഞാൽ നമ്മളെ കയറ്റി ഇരുത്താനൊക്കെ നോക്കും. അങ്ങനെ ഒരു പ്രാവശ്യം തന്നെ പോകുമ്പോൾ അവൻ നമ്മളോട് കമ്പനി ആവണമെന്ന് വിചാരിച്ച് നമ്മൾ പോകരുത്. ഒരു പ്രാവശ്യം തന്നെ പോകുമ്പോൾ അവൻ എന്തെങ്കിലും പ്രോഡക്റ്റ് എടുക്കുമെന്ന് വിചാരിച്ച് നമ്മൾ പോകരുത്. അപ്പൊ ചിലപ്പോൾ അവൻ എന്ത് ചെയ്യും?
എന്തെങ്കിലും കാരണം കൊണ്ടൊക്കെ സമയമില്ലാത്തതുകൊണ്ടാന്ന് പറഞ്ഞ് നമ്മൾ ഒഴിവാക്കും. നമ്മൾ സിറ്റുവേഷനിൽ നമ്മൾ മനസ്സിലാക്കുക. ചിലപ്പോൾ ഹോസ്പിറ്റലിൽ പോകാൻ നിൽക്കുന്ന സമയത്ത് നമ്മളെല്ലാം പ്രതീക്ഷയോട് പോകും, നല്ലൊരു വ്യക്തിയാണ്, ആ പ്രതീക്ഷ വന്ന് പെട്ടെന്ന് എന്തെങ്കിലും ഹോസ്പിറ്റൽ കേസിൽ എടുക്കുമ്പോൾ ആ ഹോസ്പിറ്റലിലേക്ക് നമുക്ക് പോവാം, നീ ഇരിക്കുക, നമുക്ക് കുറച്ച് കാര്യം പറയാണ്ട് എന്ന് പറയല്ല. അന്ന് ഈ ഹോസ്പിറ്റലിൽ പോയിട്ട് വേണം, അതൊക്കെ ഒന്ന് ഉഷാറാകട്ടെ, അതിന്റെ കാര്യങ്ങളൊക്കെ ഓക്കെ. ഏത് ഹോസ്പിറ്റലാണ് പോകുന്നത്? അവിടുത്തെ ഏത് ഡോക്ടറാണ്? നല്ല ഡോക്ടർ, പോയിക്കൊണ്ടോ, അപ്പൊ നമുക്ക് പിന്നെ സംസാരിക്കാം. അപ്പൊ ചിലപ്പോൾ അവർ മക്കളെ കൊണ്ടോ അവർ വേണ്ടപ്പെട്ടവരെ കൊണ്ടോ ഹോസ്പിറ്റലിൽ പോകുന്ന സമയത്ത് നമ്മൾ അവർക്ക് ഒരു പ്രതീക്ഷ കൊടുക്കണം, പോയിട്ട് വേണം എന്ന് പറയുമ്പോൾ ഒരു മനസ്സിന് എന്ത് ചെയ്യും? ഹോസ്പിറ്റലിൽ ആകെ ടെൻഷൻ അടിച്ചിരിക്കും. അപ്പൊ അത് പോകുന്ന സമയത്ത് നമ്മൾ ഈ ഒരു നല്ല വാക്ക് പറയുമ്പോൾ അവരെ മനസ്സിലുള്ള എന്ത് ചെയ്യും? ഓക്കേ. പിന്നെ അവൻ തന്നെ നമ്മളെ വിളിച്ചോളും. അതിനൊരു സമയം നമ്മൾ അവന് കൊടുക്കുക. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ അങ്ങനെ ആ വ്യക്തിയെ സാറ്റിസ്ഫൈഡ് ആക്കി വിടുക. ബിസിനസ് പരമായിട്ടാണെങ്കിലും പ്രൊഡക്റ്റ് കൊടുത്തിട്ടാണെങ്കിലും അവനെ സാറ്റിസ്ഫൈഡ് ആക്കുക. അപ്പൊ ആദ്യത്തെ പോയിന്റ് കസ്റ്റമർ നമ്മൾ ക്രിയേറ്റ് ചെയ്യുക. രണ്ട്, ആ വ്യക്തിയെ നമ്മൾ എഡ്യൂക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. മൂന്നാമത്തെ പരിപാടി എന്താണ്? അവനെ സാറ്റിസ്ഫൈഡ് ആക്കുക. സാറ്റിസ്ഫൈഡ് ആക്കി കഴിഞ്ഞാൽ പിന്നീട് അവൻ എന്ത് ചെയ്യാം? നമുക്ക് നാലാമത്തെ പോയിന്റിലേക്ക് നമുക്ക് എത്തിക്കാം. എന്താ? ഡിസ്ട്രിബ്യൂട്ടർ ആക്കി മാറ്റാം. സിമ്പിൾ ആണ്. ഡിസ്ട്രിബ്യൂട്ടർ ആക്കി മാറ്റാം. നമ്മൾ അതിന് പോയിട്ട് ഇതിന് ബിസിനസ് ഉണ്ട് കേട്ടോ, ആക്കി വരുമാനം ഉണ്ടാക്കാം എന്ന് പറയുമ്പോൾ തന്നെ ഒരാളെന്ത് ചെയ്യില്ല, നമ്മൾ ഡിസ്ട്രിബ്യൂട്ടർ ആവൂല. ആ ചിന്തയിൽ ഞാനൊക്കെ കുറെ നടന്നാണ്, അങ്ങനെ നടക്കൂല. അതുകൊണ്ട് എന്ത് ചെയ്യാം? ചില ആളുകൾ അങ്ങനെയും വരാം. ഞാൻ പറഞ്ഞല്ലോ, അതൊരു വ്യക്തിയുടെ ആറ്റിറ്റ്യൂഡ് പോലെ ഇരിക്കും. അപ്പൊ എന്ത് ചെയ്യുന്നു? നാലാമത് അവനെ ഡിസ്ട്രിബ്യൂട്ടർ ആക്കി മാറ്റാൻ നമുക്ക് പറ്റും. ചിലപ്പോൾ അവന് താല്പര്യമില്ല, അല്ല പ്രൊഡക്റ്റ് ഞാൻ ഉപയോഗിച്ചോളാം, ബിസിനസ് ചെയ്യാൻ താല്പര്യമില്ല, അങ്ങനത്തെ ഒരു പരിപാടിക്ക് താല്പര്യം, എന്റെ ജോലി കൊണ്ട് എന്നെ കൊണ്ട് നിന്ന് തരാൻ സമയമില്ല, അപ്പോഴാണ് എന്റെ വർക്ക്. അപ്പൊ ഞാൻ പ്രോഡക്റ്റ് ഒക്കെ വാങ്ങിച്ചോളാം, മതി, ഈ പ്രോഡക്റ്റ് ഒക്കെ ഉപയോഗിച്ചോ, ഈ ഒരു ബിസിനസ്സും ചെയ്യണ്ട. അങ്ങനെ തന്നെ പറഞ്ഞു മതി ആദ്യം. പിന്നെ അവസാനം അവനൊക്കെ ഈ ഐഡിയ ഒക്കെ അടിച്ചു കൊടുത്ത് അവനോട് മുമ്പിലേക്ക് അടിച്ച്, ഇന്ന് പണിയൊക്കെ ഉണ്ടായിരുന്നു, അന്ന് സുഖമായിരുന്നു, അവർക്കൊക്കെ അടിപൊളിയായിരുന്നു, ആ കുഴപ്പമൊന്നുമില്ല, ഓക്കെ. അപ്പൊ നിനക്ക് ഞാൻ ഐഡിയ അടിച്ചിട്ടുണ്ട്, നിങ്ങളുടെ ഐഡി നമ്പർ ഇതാണ്, എനിക്ക് ഈ സാധനം കുറച്ച് വില കുറച്ച് കിട്ടാനുള്ള ഒരു പരിപാടി ഇതിലുണ്ട്, അങ്ങനെ എങ്ങനെയൊക്കെയാണെന്ന് പറഞ്ഞിട്ട് ഡിസ്ട്രിബ്യൂട്ടർ. അപ്പൊ ഞാനിപ്പോ എന്ത് ചെയ്യണം? ഇതൊന്നും ചെയ്യണ്ട, ഇപ്പൊ എനിക്ക് വേണ്ട സാധനങ്ങളൊക്കെ എനിക്ക് ഇനി കിട്ടും, ഈ ഐഡി കൂടെ വാങ്ങിക്കാം. ഓക്കെ. അപ്പൊ നീ ഡിസ്ട്രിബ്യൂട്ടറായി മാറി, എനിക്ക് ഫ്രീ ആയിട്ട് ഡിസ്ട്രിബ്യൂഷൻ കിട്ടിയിട്ടുണ്ട്. ആണോ എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ എന്ത് ചെയ്യുന്നു? ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടാക്കും. ഡിസ്ട്രിബ്യൂട്ടർ ആയി കഴിഞ്ഞാൽ പിന്നെ അടുത്ത പരിപാടി, അഞ്ചാമത്തെ പോയിന്റ്, അവൻ ആദ്യത്തെ ഇൻകം വാങ്ങിച്ചു കൊടുക്കുക. ഇൻകം ആണല്ലോ മെയിൻ പ്രധാനം. ഇന്ന് ലോകത്തിൽ എല്ലാവരും കിടന്ന് ഓടുന്നു, ചത്ത് മരിച്ച് പണിയെടുക്കുക എന്തിനാ? അല്ലെ? നമുക്ക് നമ്മളെ ഒരു പ്രോഗ്രാമിൽ വിളിച്ചാൽ ആർക്കും വരാൻ സമയമില്ല, ഇപ്പൊ വരാന്ന് പറഞ്ഞ് നമ്മൾ പറ്റിക്കും, അല്ലേ? എത്ര ആൾക്കാർ പറ്റിയിട്ടുണ്ട്? എന്നൊക്കെ ഇഷ്ടം പോലെ, കഴിഞ്ഞ ഞായറാഴ്ച കൂടെ ഇഷ്ടം പോലെ പറ്റിച്ചു. അപ്പൊ നിങ്ങൾ ആലോചിക്കും, പറ്റിക്കുന്നവർ ഇഷ്ടം പോലെ ആയിരിക്കും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും? അവർക്ക് നാളെ പറ്റിച്ചാലും വേണ്ടില്ല, കുഴപ്പമില്ല, അവൻ എന്ത് ചെയ്യാ? ഇവർക്കൊക്കെ വിളിക്കുക, സംസാരിക്കുക. അപ്പൊ അവനോട് അവനെ തല പിടിച്ച് വരുത്താനൊക്കെ തോന്നും. ചുമരുമ്മല് നമുക്ക് തോന്നി ചിലപ്പോൾ എന്താണ്, ഒന്നും പറഞ്ഞേക്കൂല ചക്കായി, ഇപ്പൊ വരാന്ന് പറയും ചെയ്യും, വന്നതുമില്ല, നല്ലൊരു കൺസെപ്റ്റ് നമുക്ക് വരും. പക്ഷെ എന്ത് ചെയ്യും? നമ്മൾ ക്ഷമയോടുകൂടി നിൽക്കുക. കാരണം അതാണ് നമ്മൾ ഈ ബിസിനസ് നമ്മളെ പഠിപ്പിക്കുന്നത്, അല്ലെ? നമ്മൾ ഒരു 4 വർഷത്തെ കോഴ്സ് പഠിക്കാനല്ലോ. ആ പ്രൊഫഷൻ കോഴ്സിൽ നമ്മൾ എന്ത് ചെയ്യണം? ക്ഷമ പഠിക്കണം, അല്ലെ? സംസാരിക്കാനുള്ള സ്കില്ല് നമ്മൾ പഠിക്കുന്നുണ്ട്. അവർ എന്ത് ചെയ്യുന്നുണ്ട്? ആളുകൾക്ക് അഡ്വൈസ് ചെയ്യാനുള്ള കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നുണ്ട്. ആളുകളെ മാനേജ് ചെയ്യാനുള്ള കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള കപ്പാസിറ്റി നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. അത് എങ്ങനെയൊക്കെയാണ് ടീമിനെ മാനേജ് ചെയ്യാന്നുള്ളതൊക്കെ നമ്മൾ പഠിച്ചെടുക്കുന്ന ഒരു കോഴ്സാണ് 4 വർഷത്തെ ഈ കോഴ്സ്. ഈ 4 വർഷത്തെ കോഴ്സ് അല്ലെങ്കിൽ 3 വർഷത്തെ കോഴ്സ് നമ്മൾ ചെയ്യുമ്പോൾ പ്രൊഫഷണൽ ആയിട്ട് തന്നെ പഠിക്കണം. ഓക്കെ. അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കുക. ലീഡേഴ്സ് വിളിക്കുമ്പോൾ ദയവ് ചെയ്തിട്ട് ഒരാളും സാർ ഇന്ന് സമയമില്ല, ഇന്ന് അവിടെ ഇതുണ്ട്, ഇന്ന് ഇവിടെ ഇതുണ്ട് എന്ന് പറഞ്ഞേക്കരുത്. കാരണം എന്താ പറയുക, ഇന്നല്ലെങ്കിൽ നാളെ ഈ കൊട്ട് നമുക്ക് തിരിച്ചു കൊട്ടും. ഈ ബിസിനസിന്റെ പ്രത്യേകത മങ്കി ഈസ് മങ്കിഡ് എന്നാണ് പറയാ. അച്ഛൻ ചെയ്യുന്ന മകളെ ചെയ്യുള്ളൂ, അല്ലെങ്കിൽ കൊരങ്ങൻ ചെയ്യുന്ന അതിന്റെ കുട്ടിയും ചെയ്യുള്ളൂ. അപ്പൊ നമ്മള് നാളെ എന്താണ്, നാളെ നമ്മൾ എന്താവണ്ട, അല്ലെങ്കിൽ നമ്മളെ മനസ്സിനുള്ളിൽ ഒരു ചിന്തയും വായിൽ വരുന്നത് വേറും, അല്ലെ? നമ്മളറിയില്ല, നമ്മള് നല്ല പോസിറ്റീവ് പറയണം, പക്ഷെ അവൻ ചെയ്യുന്ന പ്രവൃത്തി ഫുൾ നെഗറ്റീവ് ആണെങ്കിലോ? പണ്ടൊരു മൂലയില് പറഞ്ഞു, അല്ലെ? മൂലയിൽ ഇങ്ങനെ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് മൂലയിൽ പറഞ്ഞു, 3 വിരല് കൊണ്ട് അല്ലെങ്കിൽ 3 വിരല് വെച്ചിട്ട് ഭക്ഷണം കഴിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ പഠിപ്പിക്കുകയാണ് മൂലര് കുട്ടികളോട്. അപ്പൊ കുറെ കഴിഞ്ഞപ്പോ ഈ മൂലര് കല്യാണത്തിന് കണ്ടു കുട്ടികളൊക്കെ അവിടെ. കുട്ടികൾ അപ്പൊ മൂലര് കണ്ട ഉരുട്ടി ഉരുട്ടി തിന്നുന്നുണ്ട്. അപ്പൊ മൂലരോട് കുട്ടികളോട് ചോദിച്ചു, എന്ത് ഉസ്താദ് നിങ്ങൾ ഇങ്ങനെയൊക്കെ തിന്നു, നിങ്ങൾ ഞങ്ങളെ പഠിപ്പിച്ചത് 3 വിരലും കൊണ്ട് കഴിക്കണം എന്നാണല്ലോ, പിന്നെന്താണ്? അല്ല, അങ്ങനെയാണ് എന്നെയും പഠിപ്പിച്ചിരുന്നത്, ഞാൻ കഴിക്കാൻ അങ്ങനെ താല്പര്യമൊന്നുമില്ല, ഞാൻ അങ്ങനെ ഉറ്റ തിന്നു, എനിക്ക് അതിന്റെ രീതി അങ്ങനെയാണ്, ശരിയല്ല, എനിക്ക് അങ്ങനെ കഴിക്കാനൊരു സുഖം തോന്നുന്നുള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ ചെയ്തോളൂ, എനിക്ക് വേണമെങ്കിൽ ഞാൻ ചെയ്തോളൂ. ഇങ്ങനെയല്ല, നമ്മുടെ ബിസിനസ്സിൽ നമ്മൾ ചെയ്യുന്നത് നമ്മൾക്ക് ചെയ്യാം, നമ്മുടെ ടീമിനെ കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അല്ല, നമ്മൾ ചെയ്യാതെ നമ്മൾ ഓർഗ് വണ്ണിട്ട് ഒരു 2 പേരിട്ട് ഞാൻ പണിക്കും പോകുന്നില്ല, എന്റെ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട് ഒരു കണക്ഷൻസും ഇല്ല, എന്നാൽ അവരെങ്ങനെ കാണിച്ചു തരും ലീഡേഴ്സ്? സാർ അവരെ പോയി കാണണേ, അവരെ പോയി കണ്ടോളണേ, അവർ ഐ ഡി കെട്ടാൻ പോകണേ, അവർ ഐ ഡി ആക്ടിവേഷൻ ആയിട്ടില്ല, അവർക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, എന്നിട്ട് നമ്മൾ ലീഡറിനോട് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യാം? നമ്മൾ പണിക്ക് പോകണം. എങ്ങനെ ഉണ്ടാവും? അങ്ങനെ ഒന്നും ചെയ്യരുത് ദയവ് ചെയ്തിട്ട്. നിങ്ങളെ പണിയോ വർക്കോ ഒക്കെ ചെയ്തോളൂ, കുഴപ്പമില്ല, പക്ഷെ ചെയ്യുന്ന കുറച്ചാണെങ്കിലും അത് വൃത്തിയിൽ ചെയ്യുക. ആ ഒരു സംഭവങ്ങൾ വളരെ നിർബന്ധമാണ്. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞു, കസ്റ്റമർ ഉണ്ടാക്കണം, അതുപോലെ കസ്റ്റമറെ എഡ്യൂക്കേറ്റ് ചെയ്യുക, കാരണം ഇത് എന്തിനാണ് ഇത് ഉപയോഗിക്കേണ്ട അവസ്ഥ എന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. മൂന്നാമത്തെ, ആ കസ്റ്റമറിനെ സാറ്റിസ്ഫൈഡ് ആക്കണം. സാറ്റിസ്ഫൈഡ് ആക്കി കഴിഞ്ഞാൽ പിന്നെ ആ വ്യക്തിയെ നമുക്ക് ഡിസ്ട്രിബ്യൂട്ടർ ആക്കി മാറ്റാം.
ഡിസ്ട്രിബ്യൂട്ടറാക്കി മാറ്റി പിന്നെ അവൻ ആദ്യത്തെ വരുമാനം വാങ്ങിച്ചു കൊടുക്കണം. 450 ആണെങ്കിൽ 450. നോക്കിയാ എൻ്റെ ഇവിടെ 5000 നീ തന്നെ എടുത്തു, ഇവിടെ നീ 5000 ഞാനും വർഷമൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു, നീ എടുത്തിട്ടുണ്ട്. ഞാൻ എടുത്തതിന്റെ പേരിൽ ഈ 5000ന്റെ പെയർ മാച്ചുകള് 450 നിന്റെ അക്കൗണ്ടിൽ വന്നടാ, ഇതാ വന്ന് നോക്ക് എന്ന് പറയുമ്പോ വന്നോ, എവിടെ, ഇതാ ഇതാ, ഓക്കെ. ഇപ്പൊ എന്റെ ഒരു വീടിന്റെ അടുത്തുള്ള ഒരു പയ്യുണ്ട്, നമ്മളെ വീട് മുറ്റത്തെ മുല്ലൊക്കെ വേണമല്ലോ, അത് അങ്ങനെയാണല്ലോ. അതുകൊണ്ട് ഇവനോട് എന്ത് പറഞ്ഞാലും ഇവൻ കേൾക്കൂല, അനുസരിക്കൂല. അപ്പൊ ഒരു ഇതുപോലെ ഇതിന്റെ മുന്നേ കുറച്ച് സാധനങ്ങളൊക്കെ അവന്റെ ഐഡി കൂടെ എടുക്കുന്നുണ്ടായിരുന്നു അവന്. അപ്പോൾ എടുക്കുന്ന സമയത്ത് അവനോട് പറയും, ഞാൻ പറയുക 1920 എനിക്ക് അക്കൗണ്ടിൽ വരാൻ കിടക്കുന്നുണ്ടോ. അതിന് കുറെ കാലമായി പറഞ്ഞു, ഒന്നും വരുമെന്നില്ല, പോയിക്കോടുന്നു. എന്റെ അങ്ങനത്തെ ഒരു കൺസെപ്റ്റാണ് നമ്മൾ, അത് അങ്ങനെയാണ് വരുള്ളൂ. ഞാൻ പറഞ്ഞില്ല, നമ്മുടെ നാട്ടിൽ നമ്മളൊക്കെ പറയുന്നത് എന്താ, ഹോം മീറ്റിംഗ് ചെയ്യാൻ വരുമ്പോ ഇവിടെ ഒരു സഹകരണമില്ല, ഒരാളും വിളിച്ചാൽ വരില്ല, നിങ്ങൾക്ക് അറിയാത്തതുകൊണ്ട് ഈ സ്ഥലത്തിനെ കുറിച്ചിട്ട് എന്നാണ് 100-99% എന്റെ ടീമിലുള്ള ആളുകളും പറഞ്ഞുള്ളത്. പക്ഷെ അവിടൊക്കെ തന്നെയാണ് ടീം ബിൽഡ് ചെയ്തിരിക്കുന്നത്, അവിടൊക്കെ തന്നെയാണ് ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ നമ്മൾ മനസ്സിലാക്കുക, ഇതൊക്കെ ഒരു എല്ലാവരുടെയും മനസ്സിനുള്ളിൽ തോന്നുന്ന ഒരു മനുഷ്യന്, ബുദ്ധിയുള്ള ആളാണല്ലോ മനുഷ്യന്മാര്. ഈ മനുഷ്യന്മാർക്ക് മനസ്സിനുള്ളിൽ എന്ത് ചെയ്യും, പല ഇൻഫ്യൂരിറ്റി വരും. ആ ഇൻഫ്യൂരിറ്റിയിൽ പെട്ട സംഭവമാണ്, എന്റെ നാട് ശരിയാവൂല, ഞാൻ അവിടുന്ന് പോവാണ്, ഞാൻ വേറെ സ്ഥലത്ത് പോയിട്ട് വർക്ക് ചെയ്യാം, അവിടെ വർക്ക് ചെയ്യാം എന്ന് പറയും. നമ്മുടെ നാട്ടിൽ നമ്മൾ ചെയ്യുന്നില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, പക്ഷെ നമുക്ക് എന്ത് ചെയ്യാം, പ്രൊഡക്റ്റ് ആളുകൾക്ക് മാക്സിമം കൊടുക്കുക എന്നുള്ളതാണ്. പിന്നെ നമ്മുടെ നാട്ടിൽ ഇനി പ്രൊഡക്റ്റ് നല്ലതാണെങ്കിൽ സമ്മതിക്കോ? ഒരിക്കലും ഇല്ല. അവർ പറയും ചിലപ്പോൾ നല്ലതാണെങ്കിലും കുഴപ്പമില്ല. കാരണം അങ്ങനെ നല്ലതാന്ന് പറഞ്ഞ് അവസാനം എന്ത് ചെയ്യുന്നു, ഇനിയിപ്പോ അവനെ പുകഴ്ത്തി വെക്കണ്ട എന്നുള്ള വിധത്തിൽ നമ്മൾ എന്ത് ചെയ്യില്ല, നമ്മളെ എൻകറേജ് ചെയ്യൂല. നമ്മുടെ നാട്ടിലുള്ള ആളുകളുടെ ഒരു സ്വഭാവമാണ്. അതുകൊണ്ട് നിങ്ങൾ അതൊന്നും നോക്കണ്ട, നിങ്ങളെ രീതിയിൽ നിന്നോളി, നിങ്ങളെ ലീഡേഴ്സ് പറയുന്നത് കേട്ടോളി, പ്രോഗ്രാമുകൾക്ക് മാക്സിമം അറ്റൻഡ് ചെയ്തോളി. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ചെയ്ത് ഇൻകം അച്ചീവ് ചെയ്തു. ആ ഇൻകം അച്ചീവ് ചെയ്ത 6ാമത്തെ പോയിന്റ് എന്താണെന്നറിയോ, ആ വ്യക്തിക്ക് ആദ്യത്തെ റാങ്ക് വാങ്ങിച്ചു കൊടുക്കുക. റാങ്ക് വാങ്ങിച്ചു കൊടുത്താൽ വീണ്ടും ഇൻകം വാങ്ങിച്ചു കൊടുക്കണം, വീണ്ടും അവനെ റെക്കഗ്നിഷൻസ് ചെയ്യണം. റെക്കഗ്നിഷൻ എന്ന് പറഞ്ഞാൽ അവൻ ആളുകളിൽ അംഗീകരിക്കപ്പെടുന്ന ആളാക്കി മാറ്റുക. പിന്നീട് അവനക്ക് ചെറിയ ചെറിയ ടാർഗറ്റ് കൊടുക്കണം, അവനക്ക് അടുത്ത ഇത്ര റാങ്കിലേക്ക് ഇത്രയും കാര്യങ്ങളൊക്കെ മതി, സിൽവർ ആവാന്, സിൽവറിന് സ്റ്റാറിലേക്കാണ് ഇത്ര റാങ്കുകളൊക്കെ മതി കേട്ടോ എന്ന് പറഞ്ഞ് നമ്മൾ ഒരു ചെറിയ ടാർഗറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അവനാണ് പൊന്തിപ്പിക്കോളും. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ നമ്മൾ ആദ്യം കസ്റ്റമർ പോകുമ്പോൾ തന്നെ ഫസ്റ്റ് തന്നെ ബിസിനസ് ഉണ്ടാക്കിയെടുക്കണം എന്നുള്ള മനസ്സിൽ പോവാതെ, യു ബിൽഡ് ദ കസ്റ്റമേഴ്സ് ഫസ്റ്റ്, ആഫ്റ്റർ എന്താണ് പറയാ, ബിൽഡ് ദ ബിസിനസ് പ്രൊഫഷണലി എന്ന് പറയുന്നത് പോലെ നമ്മൾ പ്രൊഫഷണൽ ആയിട്ട് ബിസിനസ് വന്നോളും. ആ മൈൻഡ് നിങ്ങൾ കാണിച്ചാൽ മാത്രം മതി. അപ്പൊ ഇത്രയൊക്കെ തന്നെ നിങ്ങളോട് എനിക്ക് പറയാനുള്ളൂ. കാരണം ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, ഈ ബിസിനസ്സിൽ നമ്മൾ വരുന്ന സമയത്ത് നെഗറ്റീവ്സ് എമ്പാടും കിട്ടും. നിങ്ങൾ ഫീൽഡിൽ പോകുന്ന സമയത്ത് ഇനി ഞാൻ വേറൊരു കാര്യം നിങ്ങളോട് പറയാം, ഈ ബിസിനസ് ചെയ്ത കുറെ ആളുകളുണ്ടാവും, ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കുക, അതൊക്കെ കാണും. അതുകൊണ്ടാണ് ഞാൻ ഇത് പറഞ്ഞത്. ഈ ബിസിനസ് ചെയ്ത കുറെ ആളുകൾ നമ്മുടെ സൊസൈറ്റിയിലുണ്ട്, സമൂഹത്തിലുണ്ട്. ഈ കൊറോണ സമയത്ത് നിങ്ങൾക്ക് അറിയാലോ, കുറെ ആളുകൾ പണി പോയ ആൾക്കാരാണ്. ഇത് അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഒരു പണി വേണമെന്ന് പറഞ്ഞിട്ട് ഇത് ഏറ്റെടുത്ത കുറെ ആൾക്കാരുണ്ട്. സത്യം, ഞാൻ ഇഷ്ടം പോലെ ആളുകൾ കണ്ടിട്ടുണ്ട്. എന്ത് ചെയ്യുന്ന അറിയാം, അവർ തൊട്ടിട്ടും ഉണ്ടാവും, എന്ത് ചെയ്യുന്നുണ്ട്, അവിടേക്ക് എത്തി നമ്മളെന്താണ് പറയാ, നമ്മൾ പറഞ്ഞില്ല, വീട്ടിൽ നിന്ന് പുറപ്പെട്ടുണ്ടാവും, അമ്പലത്തേക്ക് എത്തിയിട്ടില്ല എന്ന് പറയുന്ന പോലെ അവർ ഇതിന് തുടങ്ങിയിട്ടുണ്ടാവും. തുടങ്ങിയിട്ട് എന്ത് ചെയ്യും, കുറച്ച് പ്രൊഡക്റ്റ് കൊടുത്തിട്ടുണ്ടാവും, എന്നിട്ട് എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടിയിട്ട് കുറച്ച് സാധനം വിൽക്കുക, കുറച്ച് സാധനം കൊടുക്കുക, എന്നിട്ട് പിന്നെ എന്ത് ചെയ്യുന്നുണ്ടാവും, എന്നിട്ട് അവർ പറഞ്ഞെന്താണ്, വരുമാനമില്ല, ടീം ലീഡർ സപ്പോർട്ട് ചെയ്യുന്നില്ല, കമ്പനി പോരാ, അതാണ് ഇതാണ് അല്ലെ. അവർ ചെയ്യുന്ന ജോലി ഒന്നും ചെയ്യുന്നുണ്ടാവും, കോഴ്സ് തന്നെ അറ്റൻഡ് ചെയ്യുന്നുണ്ടാവില്ല, ക്ലാസ്സിനും പോകില്ല, ഒരാഴ്ചയിൽ ഇത്രയും 1-2 ക്ലാസ് ഉണ്ട്, ആ ക്ലാസ്സിനും പോകില്ല, ലീവ് ആയിരിക്കും ഫുള്ള്. പിന്നെ എങ്ങനെ അവർക്ക് വരുമാനം ഉണ്ടാക്കുന്നത്? ഇതല്ല. അപ്പൊ ഇങ്ങനത്തെ ആളുകൾ ഉണ്ടാവും. നിങ്ങൾ ആലോചിക്കേണ്ട കാര്യത്തിലേ ഉള്ളൂ. 10ാം ക്ലാസ്സിൽ പോട്ടെ, മറ്റേ CA പഠിച്ച 25 പേരുണ്ടെങ്കിൽ ഈ 25 പേരില് ആകെ 5 പേരെ പാസ്സായിട്ടുള്ളൂ. CA എന്ന് പറയുന്ന ചാർട്ടേഡ് അക്കൗണ്ട് എന്ന് പറയുന്ന കോഴ്സ് അത് കേട്ടിട്ടുണ്ടോ? 25 പേര് CA പഠിച്ചിട്ടുണ്ടെങ്കിൽ ആ 25 പേരിൽ 5 പേരെ പാസ്സായിട്ടുള്ളൂ, ബാക്കി 20 പേര് ഫെയിൽഡ് ആയിട്ടുണ്ടെങ്കിൽ ആ 20 പേരോട് പോയിട്ട് ഒരാൾ ചോദിക്കുകയാണ്, എങ്ങനെയുണ്ട് CA? ഒരു വകക്കുള്ളിൽ ചങ്ങായി, ആകെ ടൈറ്റാണ്, ബുദ്ധിമുട്ടാണ്, പഠിച്ചാൽ നിൽക്കണ്ട, കുടുങ്ങും. മനസ്സിലായോ? ഇതാണ് നമ്മുടെ അവസ്ഥ. എന്നാ അത് 10-20 പേരിൽ പെട്ട ഏതെങ്കിലും ഒരു 3-4-5 പേരോട് ചോദിച്ചാല് ആ 4-5 പേര് എന്താ പറയാ, കൊള്ളൂലടാ, ഒരു വകക്കുള്ളിൽ വെറുതെ പോയിട്ട് പഠിച്ച സമയം കളഞ്ഞ, ആ സമയത്ത് വേറെ വല്ല കോഴ്സും സിമ്പിൾ ആയിട്ട് കോഴ്സുകൾ എടുത്തോ. എന്നാൽ ഈ 5 പേരോട് ചോദിക്കുകയാണെങ്കിലോ, 5 പേരോട് ചോദിക്കുകയാണെങ്കിലോ അവർ പറയും, അടിപൊളിയാണ്, പഠിച്ച നമുക്ക് കിട്ടും, കുറച്ച് ബുദ്ധിമുട്ടുണ്ട് എന്നാൽ പോലും കുറച്ചൊന്ന് അടിപൊളിയായിട്ട് പഠിച്ച് ഞങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് പഠിക്കാം. അപ്പൊ നിങ്ങൾ ആലോചിക്കുക, ഏത് പ്രൊഫഷൻ എടുത്താലും അതിൽ ഫെയിൽഡ് ആയിട്ടുള്ള ആളുകളുണ്ട്, വിജയിച്ച ആളുകളുണ്ട്. ഈ ബിസിനസിന്റെ രീതിയിൽ മനോഹരത്തോടുകൂടി ഇതിന്റെ സ്റ്റെപ്സ് ബൈ റൂൾസിലൂടെ ചെയ്യുന്ന ഒരാൾക്ക് ഒരിക്കലും ഇത് വിജയിക്കാതിരിക്കാൻ പറ്റൂല. അതുകൊണ്ട് ഇതിൽ വിജയിച്ച കുറെ ആളുകളുണ്ട്, അവരോട് ചോദിക്കുക. ഇത് വിജയിക്കാത്ത കുറെ നാട്ടിലുണ്ട്, കുറെ പ്രമാണിമാര് അല്ലെ, അത് മണീച്ചേനാണ്, അത് ആളെ ചേർക്കുന്ന പരിപാടിയല്ല. ഇതൊന്നും ഇപ്പൊ ചാടാൻ നിൽക്കണ്ടേ, വെറുതെ പൈസ പോകും. ഞാൻ തന്നെ ഇതിനു മുന്നേ കുറെ പെട്ടതാ. ഭയങ്കര അറിവായിരിക്കും അവര്, പക്ഷെ ഒന്നും ഒട്ടും അറിയില്ല.
വെറുതെ അവരോട് ചോദിക്കുക, ഇതിന്റെ ബിസിനസ് പ്ലാൻ എന്ന് പറഞ്ഞു കേട്ടാ, നിങ്ങൾക്ക് ഇത് അറിയില്ലേ, ഇതിന്റെ ബിസിനസ് ഇത് എങ്ങനെ വരുമാനം കിട്ടുക, അതൊന്നും എനിക്കറിയില്ല, അതൊക്കെ വേറെ എവിടെയും പോയി ചോദിച്ചോ. പക്ഷെ ഇതിൽ ചെയ്ത ഒക്കെ പൊട്ടി പോയിട്ടുണ്ട്. ഇത് പറയാൻ നമ്മുടെ നാട്ടിൽ ഇഷ്ടം പോലെ ആൾക്കാരാണ്. അതുകൊണ്ട് ഞാൻ വീണ്ടും നിങ്ങളോട് പറയാണ്, വിജയിച്ച ആളുകളുണ്ടാവും ഏത് ഫീൽഡിലും. നിങ്ങളിപ്പോ സി എക്ക് പോവാണെങ്കിലും, മറ്റേ LLB പഠിക്കുകയാണെങ്കിലും, MBBS പഠിക്കുകയാണെങ്കിലും ഒക്കെ ബുദ്ധിമുട്ട് റിസ്കി ഉള്ള കാര്യങ്ങളാണ്. MBBS പഠിക്കുന്ന നമ്മുടെ ടീമിൽ ഒരു ഡോക്ടർ പോകുന്നത്, ഡോക്ടർ മീൻസ് ഡോക്ടറിന്റെ വാപ്പ, അവര് ഡോക്ടർ ഇപ്പൊ വരാനുള്ള പരിപാടിയിലാണ്. പക്ഷെ ആ ഡോക്ടർ റഷ്യയിലാണ് പഠിച്ചത്. റഷ്യയിൽ പഠിക്കാനുള്ള കാരണം എന്താ? ഇവിടെ നീറ്റ് എഴുതി കിട്ടാത്തതുകൊണ്ടല്ലേ. ഇവിടെ നീറ്റ് എഴുതിയിട്ട് എൻട്രൻസ് ബേസ് ചെയ്തിട്ട് കിട്ടാത്തതുകൊണ്ടല്ലേ അവിടെ പോയി പഠിക്കുന്നത് ചില ആൾക്കാർ. എന്നിട്ട് ഇവിടെ വന്നിട്ടൊന്ന് പഠിക്കും അല്ലേ, ഇവിടെ വന്നിട്ട് എക്സാം എഴുതും. അപ്പൊ ഇവിടെ കിട്ടാത്തതുകൊണ്ട് പോയി, ഇത്രേ ഉള്ളൂ. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്? ആ MBBS കോഴ്സ് അല്ലെങ്കിൽ ഒരു ലെവൽ അച്ചീവ് ചെയ്യണം. ചില ആളുകൾ 2,46,000 പെട്ടെന്ന് അച്ചീവ് ചെയ്യും. ചില ആളുകൾ കുറച്ച് സമയം കൊടുക്കേണ്ടി വരും. ചിലത് നിങ്ങൾക്ക് ക്യാച്ച് ചെയ്യാനും, ചില ആളുകൾ മനസ്സിലാക്കാനും, ചിലത് നിങ്ങൾക്ക് പഠിച്ചെടുക്കാനൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. ചില പ്രായമുള്ളവർക്ക് ഇതിലുണ്ടാവും. മനസ്സിലാവുന്നുണ്ട്. ഇനി പ്രായം ഇല്ലാത്തവരാണ് ഇപ്പോൾ നമുക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റിക്കോണമെന്നില്ല. എന്നാലും ക്ഷമയോട് കൂടി ആ ഒഴുക്കിൽ നിൽക്കുക, ഒഴുക്കിലാണ്ട് ഒഴുകി പോവുക. എപ്പോഴെങ്കിലാണ് എന്ത് ചെയ്യും നമ്മൾ രക്ഷപ്പെട്ടുള്ളൂ. നമ്മൾ പോസിറ്റീവ് എല്ലാ ക്ലാസ്സുകളും അറ്റൻഡ് ചെയ്യുക. ക്ലാസ്സിൽ 1.5-2 മണിക്കൂറത്തെ GTS പ്രോഗ്രാമാണ് ഒരു ക്ലാസ്. ഒരാഴ്ചയിൽ 1-2 പ്രോഗ്രാം അറ്റൻഡ് ചെയ്യുക. അപ്പോൾ ഇതൊക്കെ നമ്മൾ അച്ചീവ് ചെയ്യുക. അപ്പൊ ഇങ്ങനത്തെ ഒരു സംഭവം നമ്മൾ മനസ്സിൽ നമ്മൾ കൺസെപ്റ്റ് ചെയ്തെടുക്കുക. ആദ്യം കസ്റ്റമർ ഉണ്ടാക്കുക, കസ്റ്റമറെ എഡ്യൂക്കേറ്റ് ചെയ്യുക, അവനെ സാറ്റിസ്ഫൈഡ് ആക്കുക, അതുപോലെ തന്നെ ഡിസ്ട്രിബ്യൂട്ടർ ആക്കി മാറ്റുക, അവന് ഇൻകം വാങ്ങിച്ചു കൊടുക്കുക, വീണ്ടും അവൻ അടുത്ത റാങ്കിലേക്ക് എത്തിക്കുക, അടുത്ത ഇൻകം വാങ്ങിച്ചു കൊടുക്കുക. ഇത് തന്നെ പ്രോസസ്സ്. ഈ പ്രോസസ്സ് കണ്ടിന്യൂസ്ലി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക. ഓക്കെ. അപ്പൊ നെഗറ്റീവ്സ് കേൾക്കും, ഇനിയും കേൾക്കും. ഇന്നും നമ്മളത് കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ട്. അത് ഇന്ന് എത്ര അച്ചീവ്മെന്റ്സ് എടുത്താലും കേൾക്കാൻ പറ്റും. ഞാൻ വേറൊരു കാര്യം കൂടെ പറയാം. നമ്മളെ ഡയമണ്ട് റാങ്കിൽ നിൽക്കുന്ന നമ്മുടെ അനീഷ് ബാബു സാർ പറയാറുണ്ട്, സാറിന്റെ അമ്മയുടെ അനിയത്തിയുടെ വീട്ടിൽ പോയ സമയത്ത് അദ്ദേഹം ഇപ്പൊ ഒരു 10-26 ലക്ഷം 30 ലക്ഷം മാസ വരുമാനം വാങ്ങുന്നുണ്ട്. അപ്പൊ അമ്മയുടെ അനിയത്തി അദ്ദേഹത്തിനോട് പറഞ്ഞാണ്, എനിക്ക് കാറായി, എനിക്ക് പദവിയായി, എനിക്ക് ഓരോ റാങ്കുകളായി, വലിയ വലിയ സംഭവമായി ഒക്കെ ആയി, ഇനിയെങ്കിലും എനിക്കൊരു പണിക്ക് പോയിക്കൂടെയാണ്. നമ്മളെ ആളുകളുടെ ഒരു കൺസെപ്റ്റ് അങ്ങനെയാണ്. അത് പെട്ടെന്ന് മാറ്റാൻ പറ്റില്ല. ആളുകൾക്ക് എന്താണ്? പഠിക്കുക, ജോലി കിട്ടുക, പഠിക്കുക, ജോലി കിട്ടുക, ഇതാണെന്ന് കൺസെപ്റ്റ്. അത് ജോലി എന്ന് പറയുന്ന ഒരു അണ്ടർ ജോബ് മാത്രമാണ്. നമുക്ക് സ്വന്തമായിട്ടൊരു എന്തെങ്കിലും ക്രിയേറ്റ് ചെയ്തെടുക്കാൻ നമുക്ക് പറ്റൂല. അവർ പറയുന്ന പോലെ ചെയ്യാനേ പറ്റുള്ളൂ. ഇവിടെ നമ്മൾ സ്വന്തം പരിപാടി ആയതുകൊണ്ട് നമുക്ക് സ്വന്തമായിട്ട് ചെയ്തെടുക്കാം. അതുകൊണ്ട് ബിസിനസ് പഠിക്കുക, പഠിക്കാതെ ഇത് ചെയ്യരുത്, ചെയ്തുകൊണ്ട് പഠിക്കുക, പഠിച്ചുകൊണ്ട് ചെയ്യുക. ഇത് മാത്രമേ പറയാനുള്ളൂ. എന്നാലും എന്നെ ഈ ഒരു പ്രോഗ്രാമിലേക്ക് ഇത്ര നേരം ശ്രമിച്ച് സഹിച്ച എല്ലാവർക്കും ഒരുപാട് നന്ദി. താങ്ക് യു. എന്നെ ഈ പ്രോഗ്രാമിലേക്ക് വിളിച്ച പ്രവീൺ സാറിന് ഒരുപാട് 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 താങ്ക്സ്. പിന്നെ എല്ലാവർക്കും ഇന്ന് മോർണിംഗ് മീറ്റിൽ നിങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുള്ള റിസ്കുകളൊക്കെ ഉണ്ടാവും. മോർണിംഗ് മീറ്റിൽ ഇങ്ങനെ പങ്കെടുക്കുമ്പോൾ വീട്ടിലത്തെ ഒരവസ്ഥയും, വീട്ടിൽ ലേഡീസ് ഒക്കെ ആണെങ്കിൽ അവർക്ക് വീട്ടിൽ ഇഷ്ടം പോലെ പണി ഉണ്ടാവും. എങ്കിൽ പോലും ഇതിന് വേണ്ടി ഇങ്ങനെ ശ്രദ്ധാപൂർവ്വം മൂന്തിയും കുറിപ്പിച്ച്, ചുണ്ടും കുറിപ്പിച്ച്, കണ്ണും കുറിപ്പിച്ച് നിൽക്കുന്ന ആളുകളുണ്ടാവും. അപ്പൊ അവർക്കൊക്കെ നമ്മളോട് പറയാനുള്ള ഒക്കെ മാറി വരും. നമ്മളെ നമ്പറും വരും. യൂണിനോർ എന്ന് പറയുന്ന പരസ്യം പറയുന്ന പോലെ നമ്മളെ നമ്പറും വരും. അതിനുവേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുക എന്നുള്ളത് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും ഒറ്റ വാക്ക് നന്ദി പറഞ്ഞുകൊണ്ട് പ്രോഗ്രാമിൽ വിളിച്ച സാറിന് ഒരുപാട് നന്ദി പറഞ്ഞുകൊണ്ട് താങ്ക് യു സാർ. താങ്ക് യു വെരി മച്ച്.